നമ്മുടെ ഈ അധ്യയന വർഷത്തില് ഈ കോളേജിന് വേണ്ടി നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ബോബി കൃഷ്ണയെ ഈ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഫോക്ക് ഡാൻസില്, അതല്ലെങ്കിൽ നാടോടി നൃത്തത്തില്, പിന്നെ പെയിന്റിങ്ങില്, അതല്ലെങ്കിൽ ചിത്രരചനയില് ഒന്നാം സമ്മാനം നേടിയ മാളവികയെ ഈ സ്റ്റേജിലേക്ക് അതല്ലെങ്കിൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുകയാണ്, അതുമല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അയ്യോ സോറി മാളൂട്ടി. എന്താണ് ബളു, കണ്ണൂടെ? ഓ, അതോ കാലത്ത് നല്ല ഫിറ്റ് ആണോ? ചൂടാവാതെ മേളൂ, തന്നെ കണ്ട ഞാനല്ല ആരായാലും ഒന്ന് തട്ടിപ്പോവും. ഇങ്ങനെയാണെങ്കിൽ താമസിയാതെ തട്ടിപ്പോവും. നിനക്കെന്താ ഒരു വെമ്മിഷ്ടം? എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അല്ലെങ്കിൽ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അതല്ലെങ്കിൽ നാശമാണ്, അതല്ലെങ്കിൽ വിനാശമാണ്, അതല്ലെങ്കിൽ ദ്രോഹമാണ്. ഞാൻ സിഗരറ്റ് വലിക്കില്ല, സിഗരറ്റ് ചുരുക്കേണ്ട. ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട്, അതുമല്ലെങ്കിൽ സന്തോഷകരമായൊരു ദിനമായതുകൊണ്ട്, അതല്ലെങ്കിൽ ആഹ്ലാദകരമായൊരു ദിവസമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ദ്രോഹി. എത്രയും പെട്ടെന്ന് പരിപാടി തുടങ്ങണം. എവറോ ബാലകൃഷ്ണൻ? ബാലകൃഷ്ണ നിക്കവിടെ, നിക്ക. താനിത് എവിടെ പോയി കിടക്കരുതോ, പരിപാടി കൊടുക്കാൻ സമയമായി. ഞാനിത്തിരി മൂത്ത് ഒഴിക്കാൻ പോയതാണ്. ഫ്രാക്ചറോ? അത് ഈ ഫാദറിന് വിളിക്കാൻ വന്നപ്പോ അച്ഛൻ കയറുന്ന രണ്ടു കൂടി ക്ലബായിട്ട് അങ്ങനെ ഇതായി. എന്താടോ ഇത്? ഞാൻ പറഞ്ഞില്ലേ, മൂത്ത റം. വൃത്തികെട്ടത്. അല്ലോ, നല്ലതാ. നല്ലൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വേഗം പരിപാടി തുടങ്ങാൻ നോക്ക്. അത് സെലിബ്രേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലായി? പോകാം. അച്ഛൻ ഒരു പണത്തോളയിൽ വെച്ചേക്കണേ. കാലിപ്സ്. എന്താ പറഞ്ഞ? ഡിയർ ഫ്രണ്ട്സ്, വെനാൻബോ അവതരിപ്പിക്കുന്ന പാശ്ചാത്യ സംഗീതം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ബോബി, പ്ലീസ് കം ടു ദ സ്റ്റേജ്. Respected principal, teachers and my dear friends, ഈ കഴിഞ്ഞ യുവജനോത്സവത്തിൽ എനിക്ക് കിട്ടിയ അംഗീകാരം ഈ കോളേജിനു വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. തികച്ചും പുതുമയുള്ള ദിനമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്, സംഗീതമുണ്ട്. പക്ഷേ നാം എപ്പോഴും അന്യരാജ്യങ്ങളിലെ സംഗീതം കടം കൊള്ളുകയാണ് പതിവ്. ഞാൻ നമ്മുടെ സംഗീതം അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനം അത്തരത്തിൽ പാശ്ചാത്യ സംഗീതവുമായി കൂട്ടിച്ചേർത്ത് ഞാനിവിടെ അവതരിപ്പിക്കുന്നു. നിങ്ങളും പങ്കുചേരുക. 1 2 1 2 3 4. I just can't understand people. I just can't understand.
why do they have to be so? Was man made to be so low? He's a Russian, he's a Yankee. He's an Indian, he's a black. He's a Russian, he's a Yankee. He's an Indian, he's a black. Why all this difference when we are all human beings? Why do they have to be so? Was man made to be so low? Violence, violence all around. People take credit for violence. Can we call us civilized or still barbarian? Oh, why do they have to be so? Was man made to be so low? കൺഗ്രാറ്റുലേഷൻസ് ബോബി, റിയലി സൂപ്പർ. താങ്ക് യു. താനെന്തോടൊന്നും പറയാത്തത്? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, കൺഗ്രാറ്റ്സ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരുന്നു. കൈയെടുക്കാൻ വരട്ടെ. സ്വന്തം കമ്പോസിംഗ്. സ്വന്തം കമ്പോസിംഗ് ആരുടെ? ബോബിയുടെ സ്വന്തം കമ്പോസിംഗ് ആണെന്ന് പറയരുത്. പക്ഷെ ഞങ്ങൾ കലക്കും, കലക്കി മറിക്കും. സ്റ്റേജിൽ വെച്ച് മറിയോന്നായിരുന്നു ഞങ്ങളുടെ പേര്. മറിഞ്ഞേനെ, ആ ബാലൻസ് കളിച്ച് കൊണ്ടുപോയില്ലായിരുന്നു. ഡിയർ ബോബി, ഈ പനിനീർ പുഷ്പം എന്റെ സ്നേഹ സമ്മാനമാണ്. ഇന്ന് തന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തന്നോടുള്ള സ്നേഹം ഒന്നുകൂടി വർദ്ധിച്ചു. പക്ഷെ ഞാൻ ആരാണെന്ന് ഇനിയും വെളിപ്പെടുത്തുന്നില്ല. പേടി തന്നെയാണ് കാരണം. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എന്നോട് ഇഷ്ടമില്ലാന്ന് ബോബി പറഞ്ഞാൽ ഐ ജസ്റ്റ് കാൻറ്റ് തിങ്ക് ഓഫ് ഇറ്റ്. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആരാണെന്ന് ബോബി തന്നെ കണ്ടുപിടിക്കുക. സ്നേഹപൂർവ്വം കുത്ത് 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 കുത്ത്. ആരാ? എടാ, ഇതാണ് ഭാഗ്യം വേണമെന്ന് പറയണത്. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെൺകുട്ടി അതാരാണെന്ന് മനസ്സിലാകാത്ത നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ ധൈര്യമായിട്ടിരിക്കടാ. അവൾ ആരായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. എന്താ ഇത്രയും ഗ്ലാമറന്റ് ആയിട്ട് ഒരു പെൺകുട്ടി പോലെ എന്റെ മുഖത്ത് നോക്കുന്നത് നിനക്ക് മനസ്സിലാവില്ല. വേണ്ടി എനിക്ക് നിന്റെ അപ്പൻ. ആരാ മനസ്സിലായില്ല? ബഗേഴ്സ് ആണോ? പലതവണ പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ച് ലക്കിലാകാനും ഇല്ലാതെ എന്റെ ഡ്രസ് ഒന്നും എടുത്തിടരുത്. മനസ്സിലായോ? അതല്ലേ പറഞ്ഞ് മനസ്സിലായില്ല. വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? താൻ എന്നെ തല്ലി സീരിയസ് ആയിട്ടാണോ തമാശക്കാണോ? സീരിയസ് ആയിട്ട്. സീരിയസ് ആണെങ്കിൽ ഓക്കെ, തമാശ എനിക്ക് ഇഷ്ടമല്ല. ഇനി അങ്ങനെ വിട്ട ശരിയാവില്ല. മുക്കടാ, മുക്കടാ, മുക്കടാ. അയ്യോ, ബോബി സാർ എപ്പോ വന്നു? അപ്പം ചുട്ട പിറ്റേന്ന്. ഒരു പൈന്റ് കൂടി എടുക്കട്ടെ സാറേ? അയ്യോ വേണ്ട, ഇന്ന് ഇനി മുങ്ങാൻ വയ്യ. വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ വല്ല എടുത്ത് വെക്ക്. ഇല്ലെന്നേ. ചൂടോടെ വല്ല എടുത്ത് വെക്കാൻ. ഇല്ലെന്നേ. എടുത്ത് വെക്കുന്നോ ഇല്ലയോ? ഇല്ലെന്നേ. തന്നെ എടുത്ത് വെക്കാനല്ലേ അതല്ലേ പറഞ്ഞ ഇല്ലെന്ന്. ഹിറ്റ് കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, മറന്നുപോയി, ക്ഷമിക്കണം. വിശന്ന് കൊടല് കരിയുന്നു. ഐഡിയ, നമുക്ക് തട്ടടിക്കാം. ഓക്കെ, തട്ടടിക്കാം. ചന്ദ്ര ചേച്ചി കുറച്ച് ഓ, സമ്മതി. ഇപ്പൊ തരാം. ഇന്നെനിക്ക് തട്ടടിക്കാൻ ചന്ദ്രിക ചാലിച്ച ചമ്മന്തി. ചാച്ചി ഒരു ഓംപ്ലേറ്റ്. ആംബ്ലേറ്റും പെംപ്ലേറ്റും ഒക്കെ തരാം, സമാധാനപ്പെടി. ഇന്ന ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ്. ആരത്? ബോബ് കൊള്ളാം, പാട്ട് കലക്കി. നീ ഇപ്പൊ അവിടുത്തെ ഹീറോ അല്ലേ? എടാ കൈയെടുക്കട പാളു.
നീ കൊള്ളാണോ ബാലകൃഷ്ണ? കൃഷ്ണ സാധാരണ ഫ്ലൂട്ട് അല്ലേ വായിക്കാറ്, ഗിറ്റാർ അല്ലല്ലോ. ഇതാര്? എടാ love.com. എങ്ങനെ ഉണ്ടടാ നിന്റെ ലവ്? വിക്ടറെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാതെ പോ. എന്തോ നീ പോടാ സെറ്റ്. ഈ കോളേജിലെ വലിയ ആയിരിക്കും, പക്ഷെ ഉജ്ജ്വലിനോട് കളിച്ചാൽ നിന്റെ ആണോ നിലയെ നോക്കി ചവിട്ടിത്തരും. ഇത് എന്റെ പിള്ളേരാടാ, മനസ്സിലായോ നിനക്ക്? നിന്നെ ഞാൻ കാണിച്ചു തരാം. കണ്ണടച്ചോ, ദൈവം കാണിക്കാൻ പോണ്. പോടാ പോടാ പോടാ. ഹലോ, ഹലോ, ബോബി അല്ലേ? ഇത് ഞാനാ. ഞാനെന്ന് വെച്ചാ? ഞാനെന്ന് വെച്ചാ ഞാൻ. പനിനീർ പൂവ്. കത്ത് കിട്ടിയോ? ഇതവളാ. ആരെ? അജ്ഞാത കാമുകൻ. കത്ത് കിട്ടി, പക്ഷെ ഇപ്പോഴും താൻ ആരാണെന്ന് പറഞ്ഞില്ല. ഞാൻ ആരോ ആയിക്കോട്ടെ, എനിക്ക് ബോബി ഇഷ്ടമാണ്. വലിയ ഇഷ്ടമാണ്. ഒത്തിരി 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 ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് താൻ തന്നെ കണ്ടുപിടിക്കും. താൻ വിഷമിക്കണ്ട. ഒരു ദിവസം ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാം തുറന്നു പറയാം. സോ സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഇവൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ വഴി? ഇതാണ് സൗന്ദര്യം കൂടിയാലുള്ള കുഴപ്പം. എനിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയല്ലായിരുന്നു. എന്താ പോലീസ് പിടിക്കും? അതല്ലടോ, പ്രേമലേഖനങ്ങളുടെ ഒരു കൂമ്പാരം. ദിവസം കുറഞ്ഞത് 3 കത്തെങ്കിലും കിട്ടും. ചിരിക്കണ്ട ചിരിക്കണ്ട. ചിതലെടുത്ത് എന്റെ പലതുമെങ്കിലും ചിലതെടുത്ത് ഞാൻ പൊടി തുടയ്ക്കവേ പ്രിയതമേ നിന്റെ പ്രണയലേഖനം എന്റെ കൽപ്പാന്ത തോയേ കാണണോ? ആ, നിരവധി കത്തുകളുണ്ട് എന്റെ മുറിയിൽ. പിന്നെന്താ കെട്ടാത്തേ? ആദ്യം ഞാൻ കല്യാണിയെ പ്രേമിച്ചു, അവൾ കല്യാണം കഴിച്ചു പോയി. പിന്നെ നോമനെ പ്രേമിച്ചു, അവൾ ഒളിച്ചോടി പോയി. അവസാനം ഞാൻ കരുണയെ പ്രേമിച്ചു, അവളുടെ അച്ഛൻ എന്റെ കർണത്തടിച്ചു. അതോടെ ഞാൻ എല്ലാം വെച്ച് കെട്ടി സാറേ. ബോബി സാറ് വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? കുപ്പി വാങ്ങിച്ചു എന്ന ഐഡിയ പറഞ്ഞുതരാം. അതൊക്കെ വാങ്ങിച്ചു തരാം, താൻ കാര്യം പറ. ക്ലാസ്സിൽ സാറിന് സംശയമുള്ള വ്യക്തിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക, ഒരു കാമാസ്ത്രം പോലെ. ആ നോട്ടം കാണുമ്പോ അവരുടെ മുഖഭാവം എല്ലാം മാറും. അവരും സാറിനെ തന്നെ നോക്കിയിരിക്കും. സംഗതി ക്ലിയർ. കേട്ടിട്ടില്ലേ? കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ കാതലൊരു അർത്ഥം. കളി. ഐ ആം ഷുവർ ഇത് അവള് തന്നെയാ. ആര്? മാളവിക. അല്ലാതാര്? ഇന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്കത് ഉറപ്പായി. എടാ, മഞ്ഞപ്പിത്തമുള്ളവനെല്ലാം മഞ്ഞയായിട്ട് തോന്നുള്ളൂ. കാരണം നിനക്ക് ആദ്യമേ അവൾ സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് അവളോട് ഒരു അഫെക്ഷൻ ഉണ്ട്. ആ ഉണ്ടെന്ന് കൂട്ടിക്കോ. അത് വണ്ടി എടു. ഐ ആം വെയിറ്റിംഗ് ഫോർ ദി ഗ്രീൻ സിഗ്നൽ. ബാലകൃഷ്ണ, ഇത് കണ്ടോ? എന്താടാ? ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ഗ്രീൻ സിഗ്നൽ ഓഫ് യുവർ ലവ്. നിന്റെ സ്നേഹത്തിന്റെ പച്ചക്കുടിക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഇത് ഇവള് തന്നെയാണ് എഴുതിയത്. മതി. അതെ, ഗോവിന്ദന്റെ. ദേ, കഴിഞ്ഞ പ്രാവശ്യം മോളെന്നെ ശരിക്കും ഹലോ ഫ്രണ്ട്സ്. സ്വീറ്റ്. നിർത്താറായില്ലേ? ഇല്ല. ചെറിയൊരു ഇന്റർവെൽ കൊടുക്ക്. നാളെ ഞങ്ങൾക്ക് അവധിയായതുകൊണ്ട് ഏത് സ്പോട്ടിൽ പോകണമെന്നതിനെ കുറിച്ച് ചിന്തിക്കായിരുന്നു. നാളെ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാരും സീ റോക്കിൽ കൊടുക്കും. ലഞ്ച് എന്റെ വക. അതും കൊള്ളാം. പക്ഷെ ബില്ല് ആര് പേ ചെയ്യും? ബില്ല് പേ ചെയ്തോളും. സീറോക്ക് കേറി കേറി ഇവളുടെ ഭാവന നീ സീറോ ആക്കാതിരുന്നാ മതി. അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ, മാരേജിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിക്ക്. അപ്പൊ പറഞ്ഞ പോലെ നാളെ ഉച്ചയ്ക്ക്. ഓക്കെ. മിക്കവാറും ഇവരുടെ പിന്നാലെ ഒരാളുണ്ടാവും. ഇവരുടെ എന്നല്ല, നിങ്ങളുടെ പുറകെയും ഇയാൾ വന്നിട്ടുണ്ടാവും.
പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ അതിന്റെ പിന്നാലെ കൂടുന്ന ലോല ഹൃദയനായ ഒരു ഓമനക്കുട്ടൻ. KP ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു കോഴി. ഹായ് ഗേൾ. ഹലോ ഹലോ ഒന്ന് പ്ലീസ്. ഞാൻ KP ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. അടുപ്പമുള്ളവർ എന്നെ ഹൃത്തിക് റോഷൻ എന്ന് വിളിക്കും. എന്താ പേര്? പേര് എന്താ ഇത്ര ആലോചിക്കുന്നത്? ഇത് അമൃത, ഞാൻ സ്വപ്ന. നല്ല പേര്, എനിക്കിഷ്ടായി. സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത്. പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പേടിക്കണ്ട, ബിൽ ഞാൻ പേ ചെയ്തോളാം. അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ദേ നിറച്ചും റിസർവ് ബാങ്കിന്റെ നോട്ട്സ് ഇല്ലേ? അതല്ല, ഇനി 2-3 പേരും കൂടി വരാനുണ്ട്. എന്തിന് 2-3 പേരാക്കുന്നു? എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ. പെൺകുട്ടികളെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും അവരെ ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൽ ആകെയുള്ളത് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളാണ്. അത് മാക്സിമം ആസ്വദിച്ച് ജീവിതത്തെ തന്നെ സ്വയം. ഇതാ ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഇത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാം ഇങ്ങെത്തിയോ? ഹായ് ഗേൾസ്. ബൈസാ. ഇത് ഓമനക്കുട്ടൻ, എന്റെ ഫ്രണ്ടാ. ഇത് സുരേഷ്, രാജീവ്, ഇത് വടിവേലു. വടിവേലു? ആ, വടിവേലു. ഇവരൊക്കെ ജസ്റ്റ് എന്റെ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? സമാധാനമായി. ഞാൻ സ്വപ്ന, ഇത് അമൃത. അറിയാം, പെൺകുട്ടികളുടെ പേര് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ മറക്കില്ല. തെറ്റിപ്പോകരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അപ്പൊ ഇന്നത്തെ ചെലവ് ഓമനക്കുട്ടന്റെ വക. തീറൊക്കെ വേണ്ട, ഇവിടെ തന്നെ ആവാം. അല്ല അത് Come on, വരൂ. ഡബിൾ ഓക്കെ. വരൂ ഓമനക്കുട്ട. ഇത് നിങ്ങളുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാ മതി. സോറി. അവിടെ ഇരുന്നോ? ഇവിടെ ഇരിക്കാലോ. എന്റത്? ഹലോ, ഇവിടെ വാ, ഇവിടെ ഇരുന്നോ? ശരിയാവില്ല. അല്ലെങ്കിൽ ഈ ഹോട്ടൽ വരുമ്പോ ഇതാണ് എന്റെ സീറ്റ്. ഓക്കെ, കംഫർട്ടബിൾ. ക്യാഷ് ഒക്കെ ലാവിഷാ. കണ്ട, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കാപ്പിയോ, നാരങ്ങയോ? ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. ആ അതെ, ലേറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. എനിക്ക് 4 ചപ്പാത്തി ചിക്കൻ. ബേറർ ഓർഡർ പ്ലീസ്. അമൃതയ്ക്ക് സ്വപ്നയ്ക്ക് എന്താ വേണ്ടേ? എനിക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ്, ഒരു ചില്ലി ചിക്കനും മതി. ഞങ്ങൾക്ക് 4 ബട്ടൂര, പറയൂ. 2 ചിക്കൻ 65, 2 ചിക്കൻ ഒരു ഫിഷ് മോളി. എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം. അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ? ഒരു ചപ്പാത്തിയും ഹാഫ് വെജിറ്റബിൾ കറിയും എടുക്കും. ഡേറ്റിംഗില അങ്ങനെയൊന്നുമില്ല. 5 ഷാർജ് എടുത്തോ. ലൈറ്റ് ആയിട്ട് ഇതാണെങ്കിൽ ഹെവി ആയിട്ട് എന്തായിരിക്കും ഭഗവാനെ? എന്താ? ഏയ് ഒന്നുമില്ല, ഇത്രയും മതിയോ എന്ന് ചോദിക്കായിരുന്നു. അതിന്ന് ആര് പറഞ്ഞു? ഒരു 10 ചപ്പാത്തിയും ഒരു തന്തൂരി ചിക്കനും പാർസൽ എടുത്തോ. പാഴ്സലോ? അതാർക്ക്? ഉത്തരൻ ഞങ്ങളുടെ വേലക്കാരനാ. എവർക്ക് വേലക്കാരനും ഉണ്ടോ? വേലക്കാരിയുണ്ട്, ഉത്തരി. അതുപോലെ ഒരു സെറ്റ് കൂടെ എടുത്തോട്ടാ. 5 ഐസ്ക്രീം കൂടി. പിന്നെ എവിടെ ഓമനക്കുട്ടന്റെ വീട്? പുന്നപ്പറ. പിന്നെ പറയുന്നത് എന്തിനാ? ഇപ്പൊ പറഞ്ഞൂടെ? ഇപ്പൊ തന്നെയാ പറഞ്ഞത്, പുന്നപ്പറ. അമൃതയുടെ വീട് എവിടെയാ? ആക്ച്വലി ഞാൻ ജനിച്ചത് അമേരിക്കയിലാ, വളർന്നത് ജപ്പാനിലും, പഠിച്ചത് ഇവിടെയും. വീട് ഇവിടെ അടുത്ത് തന്നെയാ. കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ അമൃത അങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നു. കണ്ടപ്പോ ഒരിഷ്ടം തോന്നി. ഓമനക്കുട്ടന്റെ അച്ഛനും അമ്മയൊക്കെ? എന്റെ അച്ഛൻ ബംഗാളി, അമ്മ മലയാളി. മോൻ എരപ്പാളി. 4 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. ഭയങ്കര അത്ഭുതാണല്ലോ. 4ാമത്തെ വയസ്സിൽ അങ്ങനെ അച്ഛനായോ? അയ്യോ, അച്ഛന് 4 വയസ്സുള്ളപ്പോഴല്ല, എനിക്ക് 4 വയസ്സുള്ളപ്പോ അച്ഛന് 4 വയസ്സായി. ഇപ്പൊ അമ്മയും ഞാനും തനിച്ച ഏക മകൻ. ആവശ്യത്തിന് പണം, പക്ഷേ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഞാൻ അലയുകയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അമ്മയും. കുഞ്ഞിക്കാലൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം 5-6 ചിക്കൻ കാല് പറ. വടിവേലി ആളൊരു രസികനാണല്ലോ, മുഖത്തിന് പറ്റിയ പേരില്ലേ? വന്നു. ആ കണ്ടില്ല, ഇങ്ങടെ അന്നേരം അവര് സംസാരിക്കട്ടെ. ഇതൊക്കെ ഞാൻ പിടിച്ചോ. ബില്ല് ഏകദേശം എത്രയാ? ബില്ല് ഞാൻ കൊടുക്കും. അത് പറ്റില്ല, കാശ് ഞാൻ കൊടുക്കും. അത് തന്നെ ഞാൻ പറഞ്ഞത്. ബില്ല് ഞാൻ കൊടുക്കും, കാശ് ഓമനക്കുട്ടൻ കൊടുക്കും. ബിൽ ക്ലിന്റൺ. എല്ലാവരും കൈയടിച്ചേ. ഞാൻ ഉജ്ജുവിന് എന്തെങ്കിലും വാങ്ങി തരണം എന്ന് കുറെ നാളായി വിചാരിക്കുന്നു. കുപ്പിയാണോ? അല്ല, 10 ചപ്പാത്തിയും ഒരു തന്തൂരി ചിക്കൻ. ഇത് ഓൻ വാങ്ങിച്ചൊന്നും അല്ല.
ഞാൻ പറയാം. ആ. ഹോട്ടലിൽ പോകുന്ന വഴി എന്റെ അഖിലെ ഒരുത്തൻ ലൈൻ അടിച്ചു. ഓമനക്കുട്ടൻ. ഞങ്ങൾ എല്ലാവരും കൂടി ഇതിനടക്കമുള്ള ബില്ല് അവനെ കൊണ്ട് കൊടുപ്പിച്ച് അവനെ മുക്കി. അല്ലെങ്കിലും മുക്കുന്ന നിങ്ങളുടെ സ്വഭാവമാണല്ലോ സാറേ. സാറ് പോയപ്പോ മുതൽ 10-15 ഫോൺ വന്നു. ആരുടെ? ആ പെങ്കൊച്ചിന്റെ അല്ല സാറുടെ. സത്യം. ഹലോ, ഇതെവിടെയായിരുന്നു? ഞാൻ കൊറേ ട്രൈ ചെയ്തു. ഇപ്പോ കാറിൽ അടിച്ചു ചെത്തി പോണുണ്ടല്ലോ. എവിടെ പോയതാ? അത് താനെന്തിനാ അറിയണേ? അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോ. തഞ്ചത്തിൽ സ്നേഹം പ്രകടിപ്പിച്ച് അവളെ കൊണ്ട് പേര് പറയിപ്പിക്കി. സത്യത്തിൽ തന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ ഒരു ദിവസം പോലും തന്നോട് സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ. അയ്യോ, എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷേ താൻ ആരാണെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റൂ. അയ്യട കള്ള, അത് വേണ്ട. എന്നാ എനിക്കറിയാം താൻ ആരാണെന്ന്. പറയട്ടെ, അല്ലെങ്കിൽ വേണ്ട, താൻ തന്നെ പറ. അത് ഞാൻ പറയില്ല. താൻ തന്നെ കണ്ടുപിടിക്കേ. എനിക്കേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. വെക്കട്ടെ. എന്ത് ചെയ്തിട്ടും അവള് പേര് പറയുന്നില്ല. ഒരു കുപ്പി വാങ്ങി തന്നാ ഞാനൊരു ഐഡിയ പറയാം. കുപ്പിയൊക്കെ വാങ്ങിത്തരാ, ഐഡിയ പറ. നിങ്ങൾ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോയത്? ഒയാസിസില്. ഒയാസിസ് എന്ന് പറയുമ്പോ ഏകദേശം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ വരും. നിങ്ങൾ കാറിൽ വരുന്നത് അവൾ കണ്ട സ്ഥിതിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിളിച്ചു പറയുന്ന സ്ഥിതിക്കും ഈ 3 കിലോമീറ്ററിനുള്ളിൽ എവിടെയുള്ള ആളാണ് ഫോൺ ചെയ്യുന്നതെന്ന് ഉറപ്പ്. ഈ തല വെയിലുവള്ളിക്കല്ലേ? ഉജ്ജ്വലം പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മൾ പുറത്ത് എവിടെ പോയിട്ട് വന്നാലും അവൾ വിളിക്കാറുണ്ട്. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ എന്റെ കൂടെ വാ, ഞാൻ കണ്ടുപിടിച്ചു തരാം. കുപ്പി വാങ്ങാനുള്ള കാശ് കൂടെ എടുത്തോ. അപ്പൊ ടച്ചിങ്സ് റെഡി. ഓക്കേ. ഇപ്പോഴീ വണ്ടിക്ക് മാളവികയുടെ അതേ ഛായ. ഇതെന്തിനാ? എല്ലാം പറയാം, കണാകുണ പറയാതെ വണ്ടി കയറ്. പിന്നെ കൃത്യം 1 കിലോമീറ്റർ കഴിയുമ്പോ വണ്ടി നിർത്തണം. ഇനി എന്താ അടുത്ത പരിപാടി? അപ്പ എണ്ണിയാ പോരെ, കുഴി തിന്നണോ? ഇനി 1 കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി നിർത്തണം. ഒരു കിലോമീറ്റർ കഴിയുമ്പം ഒയാസിസ് ആയി. പിന്നെ ഫുള്ളിന്റെ കാര്യം മറക്കണ്ട. കേറോ. ഓടേ. അപ്പൊ നാളെ കാണാം. ബൈ ബൈ. നിർത്ത്. ഇതാ 3ാമത്തെ കിലോമീറ്റർ ഒയാസിസ്. മാളവിയാണ് സാറിനെ വിളിച്ച് ശല്യം ചെയ്യുന്നെങ്കിൽ എനിക്ക് ഉറപ്പാ അവള് മഞ്ഞ റിബണിനെ കുറിച്ച് ചോദിക്കും. തീർച്ച. ഉജ്ജു ആള് കൊള്ളാലോ. കൊടുകൈ വിട് കൈ കൊടു കുപ്പി. ഫോൺ ഫോൺ വേഗം ഓടിക്കോ. ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് തുറക്കണം. തുറക്ക്. താക്കോല് ഞാന് എവിടെ വെച്ചെന്ന് പറ. ജനലേ കൂടി കൈ ഇട്ടോ. വേഗം എടുത്തോളൂ. നോക്ക്, ഫോണിപ്പോ കട്ടാവും. അത് മുകളിലൊക്കെ കിട്ടി. വേഗം വാ, കേറി വാ. മാറിക്കിടാ തന്റെ ഒടുക്കത്തെ താക്കോല്. നന്നായി. കാര്യം കഴിഞ്ഞപ്പോ കമ്മളം പുറത്തല്ലേ. വാടാ. ഹലോ, എന്താ ഇത്? ഒരുമാതിരി പാണ്ടികളെ പോലെ കാറിന് മുന്നിൽ മഞ്ഞ റിബണൊക്കെ കെട്ടി. ഞാൻ കണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ. അപ്പോ താനെ ശ്രദ്ധിച്ചു അല്ലേ? അതിനു വേണ്ടി തന്നെയാ ഞാൻ റിബൺ കിട്ടിയത്. ഇപ്പൊ എനിക്ക് ആളെ പിടികിട്ടി. അവള് കട്ട് ചെയ്തു. അവള് നിന്നെ കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഉടനെ ഹോസ്റ്റലിലേക്ക് വിളി. അല്ല, അതിപ്പോ ഹോസ്റ്റലിലെ നമ്പർ 453180.
ഹലോ സെന്റ് മേരീസ് ഹോസ്റ്റൽ. ആ ഒരു മിനിറ്റ്. മാളവിക, തനിക്കൊരു ഫോണുണ്ട്. ഹലോ. എന്താ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞത്? ഫോൺ കട്ട് ചെയ്തെന്നോ? താനാരാ? ഞാൻ ആരെന്നോ അറിഞ്ഞുടങ്ങി പറഞ്ഞുതരാം. ഞാൻ ബോബി. ഓ, താനാണ് ഇപ്പോഴെന്നെ വിളിച്ചതെന്നും താനാണ് എന്നെ സ്ഥിരം വിളിക്കുന്നതെന്നും കത്തെഴുതുന്നതെന്നും എനിക്കറിയാം എന്റെ മാളൂട്ടി. ഏയ് ബോബി, ഞാൻ ഇതുവരെ ഇയാളെ വിളിച്ചിട്ടുമില്ല, കത്തെഴുതിയിട്ടുമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറയും. മാത്രമല്ല, ഇത്തരം ചീപ്പ് റൊമാൻസ് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങൊന്ന് ദേ കൊച്ചേ, കൊറേ നാളായി താൻ ഈ കളി തുടങ്ങിയിട്ട്. ധൈര്യമായിട്ട് പറ ഐ ലവ് യു എന്ന്. ബോബിക്ക് ഇയാളോട് ഇഷ്ടം തന്നെയാ. എന്താ ഇത്ര കാര്യമായിട്ട് എഴുതുന്നു? നോക്കട്ടെ. ഇത് കൊള്ളാലോ. ഏയ്, ഞാൻ വെറുതെ വരച്ചതാ. നന്നായിട്ടുണ്ടെന്നേ, പക്ഷേ ഒരു വാലിന്റെ കുറവും കൂടി ഉണ്ട്. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എത്ര മെനക്കെട്ട് വരച്ചതെന്നറിയോ? അതൊക്കെ ശരി, വാ പോവാം. വാ. ഹലോ ഫ്രണ്ട്സ്. അതെ, മിഞ്ഞാന്ന ഈവനിങ് ഇരിക്കാൻ പോണല്ലേ? എന്താ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവന്റെ ഒരു പണി നിർപ്പുവിനെ കുറിച്ച്? അവളുടെ കത്ത. ഓ, ഗോവിന്ദ് എന്നോട് എല്ലാം പറഞ്ഞു. ബോബിക്ക് മാളവിക സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് കണ്ടുപിടിച്ചൂടെ? എനിക്ക് വേറെ ഐഡിയ. എന്താ? നമുക്ക് കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചാലോ? താങ്ക്സ് അഖില. ഇതല്ലേ മാളവിയുടെ സീറ്റ്? ആ ലെറ്റർ എടുത്തേ. ഞാൻ നോക്കാം. ഏയ്, അഖില പറഞ്ഞ ഒട്ടും ശരിയല്ല. ഹാൻഡ് റൈറ്റിംഗ് നല്ല വ്യത്യാസമുണ്ട്. അളിയാ, ദേ നിന്റെ പടം. അല്ല, ഇത് പാരമ്പര്യമായിട്ടുള്ളതാണാ? ഏതാ ഈ വാല്? അവൾ അങ്ങനെ സ്മാർട്ടാണ്ട. ഇത് ചോദിച്ചിട്ടുള്ള കാര്യം. എനിക്ക് രണ്ടെണ്ണം കിട്ടും. രണ്ട് കിട്ടേണ്ട കുറവ്. ഒന്ന് ഒന്നേ. എന്താ ഇത്? ഇത് ബോബിയുടെ പടം. അത് മനസ്സിലായി. ഇതാരാ വരച്ചതെന്ന്? ഞാനാ വരച്ചത്. എന്തിനാ വരച്ചത്? എനിക്ക് തോന്നിയിട്ട്. അതെല്ലാം സമ്മതിച്ചു. ഈ വാലിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നാണ്. അത് ഞാനല്ല വരച്ചത്. പിന്നെ ഈ വാലാരാ വരച്ചത്? എനിക്കറിയില്ല. തനിക്കറിയില്ലല്ലേ? പോട്ടെന്ന്. താൻ ഉണ്ടായിരിക്കണോ? എനിക്കറിയാം. താൻ തന്നെയാ ഫോൺ ചെയ്യുന്ന കത്ത് എഴുതുന്നൊക്കെ. എല്ലാം താൻ തന്നെയാ. എന്നാ താൻ പോയി കേസ് കൊടുക്ക. പാടാ, ചീറ്റി പോയി. ൂടെ കൊണ്ടേവാ ചെമ്മുകിലിൻ ചാന്തണിയും
കൂട്ടുകൊണ്ട് കൂടെ കൊണ്ടേ വാ ചെമ്മുകിലിൻ ചാന്തനെയും സൂര്യനെയും താ ചന്തനെയും തങ്കനില തിങ്കളെയും താ കാറ്റടിക്കും കടലിലെ മുത്തുകൊണ്ടു മുത്തം താ നിന്റെ വാർന്നെത്തിലെ കുങ്കുമം കുറിയിടോ തുടുതുടുക്കുമി തുടുചിറകിനു ചന്ദനം തരാ കണ്ടാൽ മിണ്ടാ വായാടി കൂടേറതടി കൂട്ടാടി കുറുമ്പുമായി ഉന്നോളം പറന്നുവാ ആറ്റിലെ കാവൽ മീൻ കുരുന്നെല്ലാം നീലപ്പൊന്മാനായി റാഞ്ചിക്കൊണ്ടേ വാ മീനവയൽ പൂവിനെ തേനിരന്നു താ കാൽത്തളയും കണിവളയും കിലുങ്ങി കിലുങ്ങി വാ ആറ്റിലെ കാവൽ മീൻ കുരുന്നെല്ലാം നീലപ്പൊന്മാനായി റാഞ്ചിക്കൊണ്ടേ വാ മീനവയൽ പൂവിനെ തേനിരന്നു താ കാൽത്തളയും കണിവളയും കിലുങ്ങി കിലുങ്ങി വാ പെയ്തിറങ്ങും മഴയിലെ ആലിപ്പഴം കൊണ്ടേ വാ നിന്റെ കൺതേരിമേൽ അഞ്ജനം ചാർത്തി വാ കുറുകുറുകും നിൻ കുണുക്കുപാട്ടിനു തുടി തരാൻ വരാ കണ്ടാൽ മിണ്ടാ വായാടി കൂടേറതടി കൂട്ടാടി കുറുമ്പുമായി കുന്നോളം പറന്നുവാ ഇത് തന്നെ സ്കൂട്ടർ. ഐ ലവ് യു. ഹലോ ഹലോ പോടാ നീ പോടി. ആ ബിൽ ക്ലിന്റൺ നിപ്പുണ്ട് മൈൻഡ് ചെയ്യണ്ട. ഹലോ അമൃത. ഹായ് സ്വപ്ന. ഞാൻ വിളിച്ചത് കേട്ടില്ലേ? മനസ്സിലായില്ല. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഋത്തിക് റോഷൻ. ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. കോഴിപ്പുറത്തായാലും ശരി കഴുതപ്പുറത്തായാലും ശരി എനിക്ക് നിങ്ങൾ അറിയില്ല. അയ്യോ, നമ്മളന്ന് OSS ഹോട്ടലിൽ വെച്ച് കൂടെ വടിവേലും മറ്റും. വടിവേലുവോ? ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അറിയില്ലെന്നോ? 10, 2, 12, 4, 16, 1, 17 ചപ്പാത്തി, 1 ചിക്കൻ ടിക്ക, 4 ബട്ടൂര, 2 ചിക്കൻ 65, 2 ചിക്കൻ കറി, ഹാഫ് വെജിറ്റബിൾ കറി, 5 ഷാർജ, 5 ഐസ്ക്രീം, എനിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം, പിന്നെ ഉത്തരക്ക് ഓരോ പാഴ്സൽ, എല്ലാം കൂടി 1850 രൂപ, 50 പൈസ. എന്നിട്ടും അറിയില്ലെന്നോ? ഇയാൾക്കെന്താ വട്ടുണ്ടോ? അമൃതയും സ്വപ്നയും തന്നെ അല്ലേ? നിങ്ങൾക്ക് ആള് മാറിപ്പോയി. ഞാൻ അഖില, ഇത് ഗീത. ഈ പരിചയം നടിച്ച് പുറകെ നടക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാ. റെസ്റ്റോറന്റിൽ വന്നത് എവര് തന്നെയല്ലേ? ഇനി എവരെയാണോ ഞാൻ പാർക്കിൽ കൊണ്ടുപോയത്? അപ്പൊ സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയത് ആരെ? ഇനി ഘോഷയാത്രയുടെ ഇടയിൽ എന്നെ ചെകിട്ടത്തടിച്ച എവരാണോ? അയ്യോ. ഇതെങ്ങനെയുണ്ട്? അയ്യേ അവിടെ വേടാ. കഷ്ടം വേണ്ട. ദേ ഇതൊന്ന് പാക്ക് ചെയ്തേക്കൂ. ഇത്രയും മതിയോ? ഇത് ഇത്രയും മതി. പിന്നെ ഈ പെണ്ണുങ്ങള് പറഞ്ഞോ. അകത്തിടുന്ന അകത്തിടുന്നതോ? നൈറ്റി ആണോ? ഏയ് അതല്ല. പിന്നെന്താ? ഞാൻ പറയാം. ഈ പെണ്ണുങ്ങൾ ഉള്ളിയിടുന്നത് അത് വട്ടിയല്ലേ? വട്ടിയും കിട്ടിയൊന്നല്ല, ഈ ഇലാസ്റ്റിക്കുള്ള ഈ ഉക്കൊള്ള. ഓ, ബ്രായാണോ? അങ്ങനെയും പറയും. സൈസ് എത്രയാ? അങ്ങനെയൊന്നും ഇല്ലേ? പിന്നെങ്ങനെയാ? പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 ദിവസമായിട്ടുള്ളൂ. ഏകദേശം ഈ സൈസ് വരും. പുള്ളിക്കാരന്റെ ഭാര്യക്ക. സാറിന് 38-ന്റെ ഒരു ബ്രേസർ എടുത്തോളൂ. ഒരു ഉമ്മയില് ഞാൻ ചോദിച്ചുള്ളൂ. താ പ്ലീസ്. എന്റെ കയ്യേ, ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ ടെലിഫോൺ ബില്ല് കൂട്ടുന്ന ആരാ? ഇവന്റെ ഉമ്മ. ഉമ്മയോ? ഉമ്മ. വൃത്തികേട് കാണിക്കരുത്. നേരത്തെ തന്നതാ ബാലന്റിന്റെ, അതെല്ലാം മറന്നേക്കും. ഇപ്പൊ തരുന്നത് ഞാനാ. നിങ്ങളിത് എവിടെയായിരുന്നു? അയ്യടാ, നമ്മളെ കാണാത്തന്റെ ഒരു ടെൻഷൻ. ഉജ്ജലിനെവിടെടാ? അയാൾ അടുക്കളയിൽ എങ്ങനെ കാണും? നീങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? അത് രഹസ്യമാണ്. പറ, വേഗം പറ. പറയടാ. ഇങ്ങനെ വാടാ.
ഞങ്ങൾ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 പേരല്ലാതെ 4-മതൊരാൾ ഇത് അറിയാൻ പാടില്ല. അതാരാ നാലാമതൊരാൾ? നാലാമതൊരാളെന്ന് പറഞ്ഞാൽ ആരും, പ്രത്യേകിച്ച് ഉജ്ജ്വലൻ. ആ, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. ഈയിടെ love.com മാളവികയാണ് ഇവനെ ഫോൺ ചെയ്യുന്ന കാര്യത്തില് നമുക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇല്ല. പക്ഷെ അവളത് നിഷേധിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അത് പ്രൂവ് ചെയ്തേ പറ്റൂ. എങ്ങനെ? നമ്മൾ ഇവനെ ശ്രീലക്ഷ്മിയാക്കും. ശ്രീലക്ഷ്മിയാ? അടിപൊളി. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഇതെന്താ നാഷണൽ ഹൈവേ? കൊള്ളാം. ഒരു വെടിക്ക് 2 പക്ഷി. വിശക്കുമ്പോ തിന്നേം ചെയ്യാം. ഇപ്പൊ നിന്നെ കണ്ടാൽ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോ. സത്യത്തിൽ നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ലക്ഷ്മി ഞാൻ എന്റെ സ്വന്തമാക്കിയേനെ. അതിന് വടിവേലുവിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നു. വടി കൊടുത്ത അടി വാങ്ങി. ഇനി നീ സ്ത്രീ ശബ്ദത്തിലൊന്ന് സംസാരിച്ചേ, കേൾക്കട്ടെ. ഗോവിന്ദ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. ശരിയായില്ലടാ, കുറച്ചുകൂടി പോരട്ടെ ഇങ്ങട്. പോരട്ടെ. ഞങ്ങളെ പ്രേമിക്കുന്ന പോലെ നീ ഒന്ന് അഭിനയിച്ചേ. ഗോവിന്ദ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. അന്ന് നമ്മൾ കണ്ടതിൽ പിന്നെ അനുരാഗം എന്തെന്ന് ഞാൻ അറിഞ്ഞു. അതിനുള്ള വേദന ഞാനും അറിഞ്ഞു. ഞാൻ ചോദിച്ചത് ഇതുവരെ തന്നില്ലല്ലോ. തന്നേ പറ്റൂ. ഞാനൊരു പെണ്ണല്ലേ ഗോവിന്ദ്. ഞാൻ ഒറ്റയ്ക്ക് ഈ മുറിയിൽ, അതും 2 പുരുഷന്മാരോടൊപ്പം. അതിനെന്താ? പാഞ്ചാലിക്ക് 5 പുരുഷന്മാരായിരുന്നില്ലേ? ഇവിടുത്തെ വേലക്കാരൻ എങ്ങാനും അറിഞ്ഞാൽ? ആര്? ഉജ്ജ്വലനാ? കീടാചരൻ. അവനോട് കണ്ണു പോയി. അത് ശരി, തനിക്ക് ഒളിഞ്ഞു നോട്ടാണ് പരിപാടി അല്ലടോ? ഞാൻ ചിലപ്പോ ഒളിഞ്ഞു നോക്കിന്നിരിക്കും, ഒളിയാതെ നോക്കിന്നിരിക്കും. എവിടെ ബോബി സാർ? ബോബി സാറിന്റെ അമ്മ എന്നെയാണ് ഈ വീട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ അന്തസ്സ് കളയാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അതിനാണ് ഈ ശമ്പളം പറ്റുന്നത്. ഇന്ന് നിന്നെയൊക്കെ പുറത്താക്കിയിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. കുട്ടിക്ക് അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ യൗമാരിൽ നിന്ന് രക്ഷപ്പെട്ടോ. ചുമ്മാ പെണ്ണിനെ ഒന്ന് നോക്കിയാ മതി. അകത്താക്കുന്ന കാലമായിപ്പോ. ഞങ്ങളോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ. 1/2 മണിക്കൂറിനുള്ള കുട്ടിയെ പറഞ്ഞു വിട്ടേക്കാം ചേട്ടാ. ചേട്ടാ നല്ലല്ലോ ഇതിനു മുമ്പ് വിളിച്ചോണ്ടിരുന്ന. എടാ പോടാ വാടാന്നൊക്കെ അല്ലേ. പറഞ്ഞു വിട്ടാലും ശരി, പറയാതെ വിട്ടാലും ശരി. ഇത് ഞാൻ ബോബി സാറിന്റെ അമ്മയോട് പറയും. തീർച്ച. ചേട്ടാ, ഇവർ നിരപരാധികളാണ്. കുറ്റം എന്റേതാ. പണത്തിന് വേണ്ടി ഞാൻ പണത്തിന് വേണ്ടി എന്തും ജീവടി. ഇറങ്ങി പോടി. അയ്യോ, ഇപ്പോഴൊന്നും ബസ്സില്ല. ഈ കുട്ടി കട്ടപ്പുറക്കാരി. അങ്ങനെ കിട്ടുന്ന വേണ്ടി പനെ പറഞ്ഞുവിട്. എന്താ ചെയ്യാ? ഒരു ഐഡിയ ഞാൻ പറയാം. ബസ് കിട്ടുന്നവരെ ഇവൾ എന്റെ കൂടെ അടുക്കളയിൽ നിൽക്കട്ടെ. ഒരു ഹെൽപ്പിന് വരൂ. പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. ഓ, എന്നാ ചോദിച്ചിരിക്കുന്നു. എന്താ പേര്? ശ്രീലക്ഷ്മി. വേഷം മാറിയ മഹാലക്ഷ്മി പോലുണ്ട്. ചേട്ടാ, അയ്യോ, ക്ഷമിക്കണം. യഥാർത്ഥത്തിൽ സാർ ഒരു പെണ്ണാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ പെണ്ണായിരുന്നെങ്കിൽ താനീ വൃത്തിയോടെ കാണിക്കുമായിരുന്നു അല്ലേ? ശവത്തി കുത്തരുത്. സൗത്തിലും കുത്തില്ല, നോർത്തിലും കുത്തില്ല, പള്ളക്കെട്ട് കുത്തും ഞാൻ. എന്തിനാണെന്ന് അറിയാമോ? ഈ പെൺവേഷക്കളി ആരോടെങ്കിലും പറഞ്ഞാൽ ഇല്ല, ഞാനായിട്ട് ആരോടും പറയും. ഉറപ്പാ. എന്നാൽ നമ്മൾ ഇന്നു മുതൽ കളി തുടങ്ങുന്നു. ഓക്കെ, ഡബിൾ ഓക്കെ. വാ. കുഴപ്പത്തെ കുഴപ്പിക്കല്ലേ, അത് ഇനക്ക് കുഴപ്പമാകും.
വാച്ച്മാനാണല്ലേ? ഇരുന്നുറങ്ങുന്ന കണ്ടപ്പോ മനസ്സിലായി. വാർഡൻ ഉണ്ടോ അകത്ത്? ഉണ്ടല്ലോ. എവിടുന്ന? ഉഗാണ്ടേന്ന്. താൻ പോയ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വാ. പോ. വാ മോളെ. ആ വരൂ, ഇരിക്കൂ. താങ്ക്സ്. ഞാൻ പരമേശ്വര കൈമൾ. എവിടുന്നാ? വീട്ടിൽ നിന്ന്. അല്ല, ഏതാ സ്ഥലം? പാലക്കാട്ടു നിന്ന് ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഓ, ഇപ്പൊ മനസ്സിലായി. ഇതെന്റെ മകൾ. എന്താ പേര്? ശ്രീലക്ഷ്മി. ഓ, ശ്രീലക്ഷ്മി. എവിടെയാ വർക്ക് ചെയ്യുന്നേ? NIIT കമ്പ്യൂട്ടർ ട്യൂട്ടേഴ്സ്. അതെ, കമ്പ്യൂട്ടർ ടീച്ചറാ. ആ, ഇതിൽ പേരും അഡ്രസ് എഴുതി ഒപ്പിട്ടോളൂ. 1300 രൂപ മാസം. ഇതാ 3 മാസത്തേക്കുണ്ട്. എന്താ പേര്? കുഞ്ഞന്നാമ്മ. എന്തന്നാമ്മ? കുഞ്ഞന്നാമ്മ. കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, പിന്നെ ആ ലഗേജ് എല്ലാം 36 നമ്പർ റൂമിലേക്ക് വെച്ചേക്കൂ. ശരി. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം. എന്ന് തിരിച്ചു വരും. 10-ാം തീയതി ആകുമ്പോ വരും. വന്നിട്ട് വേണം എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ചേരാൻ. എവിടെയാ? ഇവിടെ സ്റ്റാച്യൂല. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ പേര്? എന്റെ പേര് ഷീജ. എവിടെയാ പഠിക്കുന്നത്? ഇവിടെ വിമൻസിലാ. ഓ, എനിക്ക് ഇതുപോലൊരു കൊച്ചുമോളുണ്ടായിരുന്നു. നൈസ് ഗേൾ. എന്ത് ഷാമ്പു ആണ് ഉപയോഗിച്ചത്? ബാപ്പ വരണം. നല്ല സ്നേഹമുള്ള അപ്പൂപ്പനല്ലേ? ആ, ഇതാണ് കുട്ടിയുടെ മുറി. പിന്നെ ഇവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്. വൈകുന്നേരം 6 മണിക്ക് മുൻപ് ഇവിടെ കയറിയിരിക്കണം. ഓക്കെ? ഇത്രയും കളേഴ്സ് ഒരുമിച്ച് കണ്ടപ്പോ സത്യം പറയാലോ എനിക്ക് ഇവിടെ തന്നെ കൂടിയാലോ എന്നുണ്ട്. കാണാതെ വേഗം പോവാൻ നോക്ക്. ഹലോ, ഐ ആം നീതു. ഐ ആം മേരി ചക്കു. ഞങ്ങൾ 32 നമ്പർ മുറിയിലാ ഇവിടെ താമസിക്കുന്നത്. മോളതാ ഇവിടെ വന്നിരിക്കൂ. കൊച്ചുമോൾ ഇവിടെ ഇരിക്കൂ. എന്താ പേര്? ശ്രീലക്ഷ്മി. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞങ്ങൾ പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? പാപ്പാ, പാപ്പയ്ക്ക് പോകാൻ നേരായില്ലേ? പാപ്പ പൊയ്ക്കോളൂ. ഓ, പാപ്പയ്ക്ക് എന്റെ മോളെ തനിച്ചാക്കിയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. പാപ്പ വിഷമിക്കണ്ട, ഇവരൊക്കെ ഇല്ലേ ഇവിടെ? അതാ എനിക്ക് വിഷമം. മോളെ, വിക്ക് വിക്ക് വിക്ക്. എന്താ പാപ്പ? എന്ത് പറ്റി അങ്കിൾ? അതെ, പാപ്പയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും. ഫിറ്റ്സ് വരുമ്പോ വിഗ് വികളകും. ഇപ്പൊ ശരിയായി പാപ്പ? ഇപ്പഴാ ശരിയായത്. എന്നാൽ ഇനി സമയം കളയണ്ട, പാപ്പ പൊയ്ക്കോളൂ. അല്ല, എനിക്ക് പാപ്പ. Come on, come പാപ്പ. എന്നാ മോള് പോട്ടെ പാപ്പ. പാപ്പ പോട്ടെ മോളെ. പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. Come പാപ്പ, come sweet പാപ്പ, come പാപ്പ. എക്സ്ക്യൂസ് മീ. ഞാൻ ഈ എതിരെയുള്ള മുറിയിലെ താമസം. ഇന്ന് വന്നേ ഉള്ളൂ. പേര് ശ്രീലക്ഷ്മി. ഞാൻ മാളവിക. അതെനിക്കറിയാം. എങ്ങനെ? അത് പിന്നെ 32 നമ്പർ മുറിയിലെ മേരി ചാക്കോ പറഞ്ഞു. ഓ, പരിചയപ്പെട്ട സന്തോഷം. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റൊന്നും തോന്നരുതേ. നമുക്ക് നാളെ കാണാം. എന്താ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, എന്നിട്ട് ലൈബ്രറിയിൽ കൂടെ പോയിട്ട് വരാൻ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്.
8 രൂപ. ആ ഒലിപ്പൻ ഓമനക്കുട്ടൻ ഞാൻ പെണ്ണാണെന്ന് കരുതി എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഒന്ന് കൈകാര്യം ചെയ്തേരെ. Hi, beauty. How are you? എന്റെ തലയിലാണോ ചവറ് നിക്ഷേപിക്കുന്നത്? ചവറ് പിന്നെ വേൾഡ് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റുമോ? അണ്ണാ എറിഞ്ഞില്ല, പറ്റിച്ച്. ഞാൻ അകത്തോട്ട് വരട്ടാ. എന്തിന്? ഒന്ന് പരിചയപ്പെടാൻ. അകത്ത് കയറിയ മുട്ടുകാലല്ലേ ഓടിക്കും തന്നെ. ഓടാ പഞ്ചാരെ. വെരികിനെ പോലെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. തലയ്ക്കകത്ത് വല്ലതും വേണം. ആ, എനിക്കൊരു ഐഡിയ. എന്തോന്ന്? ആദ്യം കുപ്പി, പിന്നെ ഐഡിയ. കുപ്പിയൊക്കെ വാങ്ങിച്ചു ആദ്യം കാര്യം പറ. നമ്പർ 1, സാറ് താമസിക്കുന്ന ഹോസ്റ്റലിൽ പ്രേതബാധ ഉണ്ടെന്ന് വരുത്തണം. ഓക്കെ. നമ്പർ 2, സാറ് നിലവിളിക്കണം, എല്ലാവരും ഓടിക്കൂടും. നമ്പർ 3, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞ് മാളവിയോടൊപ്പം കൂടണം. താൻ ചെന്ന് ചുമ്മാ ചിരിച്ചു കാണിച്ചാൽ സാർ ധൈര്യമായിട്ട് ഹോസ്റ്റലിലേക്ക് ചെല്ല്. ഇന്ന് രാത്രി 10:30 മണിക്ക് 2 എണ്ണം വീശി സപ്പർ പഠിച്ച് യക്ഷി എവിടെ എത്തിയിരിക്കും. ഞങ്ങളെ തുടയ്ക്കൂ. ഞാൻ പാട്ട് പാടുമ്പോ നിങ്ങൾ കല്ലെടുത്ത് ജനലിലോട്ട് എറിയണം. ഏത് ജനലല്ലേ? എന്നാ പാട്ട് വെച്ചോ. என் பேரு படையப்ப, இடப்பட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளஞ்சிங்க படையப்ப. நெஞ்சிலாறு படையப்ப, பின்னால் ஒரு படையப்ப, யுத்தம் கொண்டு வருகையப்ப. റേഡിയോ മാറ്റിട്ടേ കല്ലെടുത്തെറിയല്ലേ? കൊല്ലി ഞാൻ. പട്ടികൾ ഓടിക്കൂടും. അവിടെ ഒരു സ്ത്രീ തോന്നുന്നു. ഞങ്ങൾക്ക് പേടിയാവുന്നു മാഡം. ആരും പേടിക്കണ്ട, പ്രാർത്ഥിച്ചു പോയി കിടന്നോളൂ. ലക്ഷ്മി വേണമെങ്കിൽ ഇന്നത്തേക്ക് എന്നോടൊപ്പം കിടന്നോളൂ. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. എനിക്കും. ഒരു കല്ലും കൂടി എടുത്തെറി. തോടെ കയ്യറ പന്നി കൂടി കൈ വെച്ചിട്ടില്ല. പിന്നെ
മാളു, നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഓമനക്കുട്ടൻ, കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. ആൾക്കാരെന്നെ അലൈപ്പായതേ മാധവൻ എന്ന് വിളിക്കും. ഒരു സത്യം പറയട്ടെ, ഇന്നുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ എന്താന്നറിയില്ല. എന്താ പേര്? പേര് പറയാൻ നാണമാണോ? നാണിക്കണ്ട, പറയൂ പ്ലീസ്. ബിൽ ക്ലിന്റൺ. അയ്യോ, ഇവന്റെ കാറ്റ് പോയി. വണ്ടിയുടെ കാറ്റ് കളയാ. വണ്ടിക്ക് കാറ്റില്ലേ? നീ പോക്കറ്റ് ക്യാഷ് ഉണ്ടാന്ന് നോക്കിയാലോ? വേണ്ടല്ലേ? അയ്യോ, എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. ആ യക്ഷി അല്ല, ആ യക്ഷിയുടെ കാര്യം ഓർത്ത്. ഹോ, അത്രേ ഉള്ളോ? ഞാൻ പേടിച്ചു പോയി. സാരമില്ല, കിടന്നുറങ്ങിക്കോ. മാളു, ഈ മാളു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടേക്കാ ഇത്ര കാലത്ത്? ഞാൻ അങ്ങനെയാ, കാലത്തേ എഴുന്നേക്കും. എന്നാലല്ലേ ആരും കാണുന്ന ഡ്രസ്സ് മാറാൻ പറ്റൂ. ആരെങ്കിലും കണ്ടാലെന്താ? ഇവിടെ പെണ്ണുങ്ങൾ മാത്രല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ പെണ്ണുങ്ങൾ കാണുന്നതാ കുഴപ്പം. മാത്രല്ല, എനിക്ക് നേരത്തെ പോയേ ഒക്കൂ. എങ്കിലും ഓഫീസ് സമയത്തിന് എത്താൻ പറ്റൂ. ഓക്കെ, വൈകിട്ട് കാണാം. ബൈ ബൈ. ഹലോ, ഒന്ന് പരിചയപ്പെട്ടാലോ? നീ പോടാ പറഞ്ഞ. മാനേഴ്സ് ഇല്ലാത്ത ചീപ്പ് പാർട്ടികൾ. ഹലോ. ഹലോ. ഹൗ ആർ യു? ഐ എം ഫൈൻ. പെട്ടെന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ മിസ്സാവും. ഈ സമയത്ത് എന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരണം. ഓട്ടോ, ഓട്ടോ, വെയിറ്റ്. വേഗം ആ വണ്ടിയുടെ പുറകെ വിട്. ആര് കയറണ്ടേ? വേഗം വിട്, വേഗം വിട്. ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു? എല്ലാവരും കിടുങ്ങിയില്ലേ? കിടുങ്ങിയോന്നോ? വേരണ്ട് നാറി. വാച്ചർ ഹോസ്പിറ്റലിലാ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. സംശയമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്നലെ കിടന്നത് മാളവികയുടെ മുറിയിലാ. എന്നിട്ട് നീ നേരെ നോക്കി വണ്ടി ഓടിക്കി, അവൻ പറയും. സാറ് പറ. രാത്രി ഞാനും അവളും ഒരേ കട്ടിലിൽ. അവൾ മെല്ലെ ഉറങ്ങി. എന്നിട്ട് കുറച്ചു കഴിഞ്ഞെന്താ ഞാനും ഉറങ്ങി. കളഞ്ഞു കുളിച്ചു. കുളിച്ചത് കാലത്താ. ഞാൻ അതിരാവിലെ എണീറ്റ് എന്റെ മുറിയിൽ പോയി വസ്ത്രങ്ങളെല്ലാം മാറി തിരികെ വന്ന് അവളെ വിളിച്ചുണർത്തിയിട്ട് ഈ കൈ രണ്ടും മെല്ലെ ഉയർത്തിയിട്ട് ടാറ്റയും പറഞ്ഞിട്ടേക്ക് പോന്നു. ആ, ഏതെങ്കിലും ഹോട്ടലിൽ നിർത്ത്, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. ഒന്ന് വേഗം വിടണോ? റൈറ്റ്, റൈറ്റ് നോക്കിയാ വലത്തോട്ട്. അവളെ കാറിനകത്താക്കിയിട്ട് എവരിതെങ്ങോട്ടാ പോകുന്നേ? അവളോട് തനിച്ച് സംസാരിക്കാൻ പറ്റിയ അവസരം ഇതാ. ചേട്ടാ, ബാക്കി വച്ചോ കേട്ടാ. കുട്ടി, ഡോറ് തുറക്കൂ പ്ലീസ്. എന്റെ പേര് ഓമനക്കുട്ടൻ. എല്ലാവരും എന്നെ ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേക് ബച്ചൻ എന്ന് വിളിക്കും. എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ എന്തോ. പ്ലീസ്, ഈ ഗ്ലാസ് ഒന്ന് തുറക്കൂ, അല്ലെങ്കിൽ ഡോർ ഒന്ന് താഴ്ത്തു. ഒന്നും കാണാൻ വയ്യല്ലോ. നോക്കും, അതെ, എനിക്കൊരു
ഓപ്പൺ ഓപ്പൺ ഹലോ ഐ ലവ് യു ഐ ലവ് ഇവളിത് എവിടെ പോയി? മുതുകാടിന്റെ ശിക്ഷയാണ് അവള്. വഴിയിലെങ്ങും കാറ് നിർത്തിയില്ലല്ലോ. ഹോട്ടലിന്റെ പേര് വെസ്റ്റ്, അകത്ത് കയറിയ വേസ്റ്റ്. എന്തൊരു നീ ഒരു 5 മിനിറ്റ് ക്ഷമിക്കേ, കോളേജ് ക്യാൻറ്റീന്ന് കഴിക്കാം. അത് നിന്റെ അച്ഛൻ. ആരുടെ എന്നെ വിളിച്ചത്? എടാ മരമാക്രി. അയ്യോ അച്ഛനെ അല്ല, അവിടെ നിൽക്കുന്ന നട്ടലില്ലാത്തവന്റെ അച്ഛനെയാ. അച്ഛനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കരുത്. എന്താ ബാലകൃഷ്ണന്റെ ചീട്ടിയാങ്കീറും തോറ്റു കിടക്കുന്ന ശാപ്പനും. കൃത്യം 3:30 ഇവിടെ എത്തണം. 3:15 ഞാനിവിടെ ഉണ്ടാവും. ഭൂമി വിളിക്കോ വണ്ടി വിളിക്കോ? ആരാടാ നീ? ഞാൻ കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. കോയിപ്പുറത്ത് ഓമനക്കുട്ടൻ കണ്ടവന്റെ കാറിന്റെ ഡിക്കിയിൽ എന്തിനാടാ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ടോ? അതെ അതെ അതെ, ഞാനേ ഇവിടത്തെ പെൺകുട്ടിയെ കാണാൻ വേണ്ടി റെസ്റ്റോറന്റ് മുന്നിൽ നിന്നപ്പോ ആര്? ലക്ഷ്മിയെ? ആ അപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഈ ഡിക്കിയില് ഇടുക്കിയിലോ? ഇടുക്കിയിലല്ല ഈ ഡിക്കിയില് കയറി ഒളിച്ചിരുന്ന് അങ്ങനെ സ്റ്റക്കായി. ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നീ ഒരു അക്ഷരം മിണ്ടരുത്. മിണ്ടണം. അങ്ങനെയാണെങ്കിൽ ദാ ഈ പാന്റിന്റെ പോക്കറ്റിലും ഉണ്ട്. ആഹാ, അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ്. വാ. ശരി, ആദ്യം ഒരു 300 രൂപ ഇങ്ങോട്ട്. എന്തിന്? താൻ പിന്നെ ഇതൊക്കെ ഫ്രീ ആന്ന് വിചാരിച്ചു? അതിനത് ബാറാണോ? ഞാൻ മദ്യപിക്കില്ല. വിദേശ മദ്യേ വിപരീത ബുദ്ധി. താൻ മദ്യപിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ലക്ഷ്മിയെ പ്രേമിക്കണോ? വേണം. ഒരു 300 രൂപ ഇങ്ങോട്ട്. പ്രേമിക്കുന്നതിനും ബില്ലുണ്ടോ? ഉണ്ട്. താൻ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കി. താങ്ക് യു. കാര്യം നടക്കോ? നടക്കും. പക്ഷെ ഈ 300-ലൊന്നും ഒതുങ്ങിയില്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. ദാ കണ്ട റിസർവ് ബാങ്ക്. അത് മനസ്സിലായി. പ്രണയമാണ് എന്റെ ലക്ഷ്യം. ഓഹോ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത എനിക്ക് ലക്ഷ്മിയെ കണ്ടപ്പോ മുതല് അവളെ സങ്കല്പത്തിലെ ഭാര്യയാക്കിയാലോ എന്നൊരു തോന്നല്. അതെ, ഇതുപോലുള്ള മമ്മൂഞ്ഞുള്ളത് നമുക്ക് ഇഷ്ടമല്ല. അയ്യോ, അവൾ എപ്പോഴും പറയാറുണ്ട് പുരുഷന്മാരായാൽ അല്പം മദ്യപിക്കണം, പുകവലിക്കണം എന്നൊക്കെ. ആണോ? ആ. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. സാരമില്ല, നീ ഒരെണ്ണം കഴിച്ചു തുടങ്ങിയാ പിന്നെ ചുമ്മാ കഴിച്ചോളൂ. 300 എന്നല്ലേ പറഞ്ഞത്? 500 ആയാലും വിരോധമില്ല. പക്ഷെ 300 ഇരുന്നാ മതി. ആ. ഇപ്പൊ. ഉം. ഉം. ആ. Cheers. പിയേഴ്സ്. പിയേഴ്സ്? എനിക്ക് പിയേഴ്സ് സോപ്പാ ഇഷ്ടം. കഷ്ടം. തൊട്ടുകൂട്ടാനൊന്നുമില്ലേ? കാൽക്കുലേറ്റർ തൊട്ട് കൂട്ടുകയോ കുറയ്ക്കോ എന്ത് വേണേ ചെയ്താട്ടെ. കൊള്ളാലോ. നിന്റെ പേരെന്തോന്നു? നീയോ? സാറേ എന്ന് വിളിയടാ. സോറി, സാറിന്റെ പേരെന്തോന്നടാ? ആ, കെ ഉജ്വലൻ പി. പി ഫോർ പൈസ. പുറമ്പോ. അതാണ് എന്റെ വീട്ടുപേര്. അയ്യോ, ഉജ്വലൻ ചേട്ടാ, എനിക്ക് ലക്ഷ്മിയെ കിട്ടിച്ചേരുവോ? എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം? അത് വലിയ പിടിയില്ല. ഒരു ക്ലൂ തരാമോ? അറിഞ്ഞൊന്നേ ഉള്ളൂ. ഉജ്വലൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക. ഉറപ്പാണ്? ഉറപ്പാ. പിടിച്ചോ? കോഴിപ്പുറം. കോഴിപ്പുറം. ആണിനെ കെട്ടാൻ നടക്കുന്ന ചാവാം. ഇതിങ്ങ പോരട്ടെ. ഉജ്വല, ഉജ്വല, എഴുന്നേക്ക്. ദേ ആരോ വന്നു പുറത്ത്. നീ ആര്? ഞാൻ ലക്ഷ്മിയെ കെട്ട 500 രൂപ തന്ന. എപ്പോ തന്നു? ഇതാകെ പ്രശ്നമാകും. മുങ്ങട്ടെ. ഇവനേതാ? ആ അതെ കിടക്കണം. ആരാ മനസ്സിലായില്ല? എന്നോട് കൃത്യം 3:30 മണിക്ക് കോളേജ് വരണമെന്ന് പറഞ്ഞല്ലേ? ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ആഹാ, അപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ? വെള്ളം അടിച്ച് പിറ്റേ കിടക്കണം തെണ്ടി. അതിന് സമയം കണ്ട പൊക്ക്. ആ പൊക്ക്. ആ മുക്ക്. ആ ഉജ്ജലിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കില്ലെങ്കിൽ അവൻ നമ്മളെ പുറത്താക്കും. അയാൾ എന്താ ബോബിനെ മാത്രം സാറേ സാറേ എന്ന് വിളിക്കുന്നത്? നമ്മളെ വിളിച്ചൂടെ?
നീയാ സാറാ എത്യോപ്യയിലെ ഇതാണ് കുഴപ്പം അല്ലെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് കാല് ഒരാൾക്ക് 2 കാലില്ല പിന്നെ 4 കാലം. എന്റെ കാലല്ലേ വേറെ 2 കാല്. അയ്യോ സത്യം പറയടാ, എന്തിനിവിടെ വന്നു? ഇയാളാ എന്റെ പുറകെ വന്നത്. ഞാൻ തന്നെയാ. കുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമാ. എന്നെ അറിയില്ലേ അന്ന് റെസ്റ്റോറന്റ് വെച്ച്? ഏത് റെസ്റ്റോറന്റിൽ? സുരേഷും വടിവേലും അല്ലേ? രാജീവ് എവിടെ? ആ പേരിൽ ഇവിടെ ആരുമില്ല. ഞങ്ങൾ ലക്ഷ്മിയുടെ ആങ്ങളമാരാണ്. ഞാൻ ബാലകൃഷ്ണൻ, ഇവൻ ഞാൻ ഗോവിന്ദൻ. ഇനി വേറൊരാൾ കൂടി ഉണ്ട്. അത് രാജീവല്ല, ബോബിയാ. അപ്പൊ എനിക്ക് ആള് മാറിപ്പോയതാ. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഓർമ്മക്കുറവും. അതെ അതെ, അളിയന്മാര് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ലക്ഷ്മി കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് ചേട്ടാ. അപ്പോൾ നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ? എനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇവൾ നമ്മുടെ പെങ്ങളായി പോയില്ലേ? ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കോളടിച്ചല്ലോ. ഓമനക്കുട്ടൻ ഓസിന് ഒപ്പിച്ചെടുത്ത ഒന്നാം തരം ഒരു കല്യാണം. പക്ഷെ ഫാസ്റ്റ് ഫുഡ് പോലെ ഇത്ര പെട്ടെന്ന് ഒത്തുവരും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനും. ആട്ടെ, എപ്പോഴാണ് പാർട്ടി? എപ്പോ വേണമെങ്കിലും ഇപ്പൊ നടത്താമോ? പക്ഷേ ഇന്ന് ഞാനും മദ്യം കഴിക്കും. ഇപ്പൊ മദ്യത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അല്ല, ലക്ഷ്മിക്കുട്ടി പാർട്ടി കൂടുന്നില്ലേ? ലക്ഷ്മിക്കുട്ടി പാർട്ടിയിൽ കൂടുന്നില്ലേ? എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ റൂമിൽ പോയി അല്പം റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്നാലേ ഞാൻ പാർട്ടി കഴിഞ്ഞ് റൂമിലോട്ട് വരാം. എങ്ങോട്ടാ? ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത പണി ഇന്നലെ കാണിച്ചത്. എന്താ? ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഓമനക്കുട്ടനോട് പുറത്താക്കിയില്ലെങ്കിൽ തന്നെ പിടിച്ച് പുറത്താക്കും. ഇപ്പൊ എന്താ വേണ്ടത്? സാറ് വരുന്നതിന് മുമ്പ് അവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഒരുത്തിട്ട് അങ്ങോട്ട് ചവിട്ട് കൊടുത്തിട്ട് കാലം കുറെ എന്താണ് സംശയമുണ്ടോ? പോയി പഠിക്കണോ? പേടിപ്പിക്കരുത് കേട്ടോ. കിടപ്പ് വേണ്ടാത്തൊന്നും അവന്റെ അപ്പൻ സംഭവിച്ച വീടാണെന്ന്. ഇതേത് ഹോട്ടലാ? വെയിറ്റർ, പാല് എന്ന കൈക്ക് എന്നെ നീ കൊത്തിയല്ലടാ. പാലല്ലല്ലോ, ബ്രാൻഡി അല്ലേ ഞാൻ ഇന്നലെ കുടിച്ചടാ. കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലേ ഓടെ കിടക്കണം. കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് കരുതിയാണ് ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുമല്ല നോക്കി. അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായടാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ ആക്രാന്തം, കല്യാണം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലാതായി പോയൽ. പാവൻ ലക്ഷ്മിക്കുട്ടി, അവൾ ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ? പാർട്ടിക്ക് ശേഷം നീ ഇന്നലെ ലക്ഷ്മിക്കുട്ടിയുടെ മുറി പോയിരുന്നോ? അത് ഇന്നലെ ഒരു ബോധവും ഇല്ലായിരുന്നോണ്ട് പോയിരുന്നോന്ന് പോയിരുന്നു. എന്നാലും കല്യാണത്തിന് മുമ്പ് നീ ആദ്യ രാത്രി ആഘോഷിച്ചളഞ്ഞല്ലോടാ. എനിക്കിപ്പോഴും ചേട്ടൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അയ്യോ, ഇതിപ്പോഴല്ല, ഇന്നലെയാണ് തോന്നേണ്ടിയിരുന്നത്. ഞാനിനി ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മുഖത്ത് നോക്കണ്ട. ഇപ്പൊ കയ്യിലെത്രണ്ട്? ഇത്രേ ഉള്ളൂ. ഗെറ്റ് ഔട്ട്. അപ്പൊ ലക്ഷ്മി ആയിട്ടുള്ള ഒത്തീർപ്പ് നാളെ കുറച്ച് കാശുമായിട്ട് നോക്കാം. അതെ, ഈ പാന്റ് വേണമെങ്കിൽ ചേട്ടൻ എടുത്തോ. പോടാ. ഇവൻ എന്റെ സ്ഥിരം ഇരയാവും. ഉജ്ജ്വല, നിന്റെ സമയം ഉജ്ജ്വലമായടാ. വീട് പൂട്ടിയിരിക്കുന്നേ. അത് കിടന്ന് അലർന്നെന്തിന്? ഇയാളത് എവിടെ പോയിരിക്കുക? എവിടെയെങ്കിലും അടുത്ത് തീഞ്ഞ് കിടപ്പുണ്ടാവും. മണി 5 പോണു. ലേറ്റ് ആയി ഹോസ്റ്റലിലെത്തി ആ വാട പിടിച്ച് വരട്ടും. അന്നാ ഇല് വേഗം പോകാൻ നോക്ക്. ശരി. ആ ലക്ഷ്മി, ആപ്പിൾ എടുക്കാൻ മറക്കണ്ട. അയ്യോ ബാലകൃഷ്ണ, ഗോവിന്ദ, എന്താണ് കിടന്ന് കീറണത്? എന്റെ തലമുടി കാണാനില്ല. തലമുടിയല്ല നിന്റെ തലയെ കാണുന്നത്. അതല്ല വിഗ്. ഇവിടെ എവിടെയെങ്കിലും കാണാൻ നീ എവിടെ വെച്ചതെന്ന് ഓർത്തു? ഇല്ലടാ, ഇതിലാണ് സാറിന് വയ്ക്കാറുള്ളത്. സത്യം പറ, വിഗ് എവിടെ? എന്തിനാടാ ഇതിനകത്തല്ലണത്? പാവം, എനിക്കൊരു ഡൗട്ട്. എന്താ പറയടാ. ഉജ്ജ്വലം പണി പറ്റിച്ചൊന്ന് ഒരു സംശയം. സമയം എന്തായി? 5 കഴിഞ്ഞു. ആഹാ, ഇത് ഫോറിനാണല്ലേ? അതെ. എവിടുന്ന് വാങ്ങിയതാ? സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഓഹോ, ആഫ്രിക്കൻ സാധനമാണല്ലേ? അച്ഛൻ വന്നപ്പോ കൊണ്ടുവന്നതാ. മോതിരവും കൊള്ളാം, വളയും കൊള്ളാം. നാളെ നീ നോട്ട് കൊണ്ടുവരണേ. ഇനി തരൂന്നേ.
കെമിസ്ട്രി ആണല്ലേ? ഇപ്പൊ സമയം എന്തായി? സോറി കേട്ടോ. ഞാൻ പെണ്ണാണ്. വാ 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 ഇറങ്ങ്. ഇറങ്ങ്. ഇനി എന്നെ തല്ലരുത്. സുഹൃത്തുക്കളെ, അടി ശരിക്കും കിട്ടി, പക്ഷെ എഴുതാൻ പറ്റിയില്ല. തന്നോട് ആര് പറഞ്ഞിട്ടാ ഈ ഡ്രസ്സൊക്കെ വെള്ളടിച്ച് ഫിറ്റായപ്പോ ഒരു അഡ്വഞ്ചർ നടത്താൻ തോന്നിയല്ലേ? വാസ്തവം ലേഡീസ് ഉള്ളി ബസ്സിൽ കയറി ഒന്ന് പുകുന്ത് വിളയാടാവെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ പെണ്ണാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആദ്യം താരം നാണാവാൻ നോക്കണോ? ഞങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ തന്റെ സ്ഥിതി എന്താകുമായിരുന്നു? നിങ്ങൾ വന്നല്ലോ, അതാണ് സ്നേഹം. ഇനി എന്നെ തൊട്ടുപോരുത്. തൊട്ടാൽ ഞാൻ ചത്തു. ആ ഇനി ഇയാളെ എണ്ണത്തോണിയിലിട്ട് ഒന്ന് ചാവിട്ടി തിരുമണം. ആട്ടെ എവിടെയൊക്കെ കിട്ടി? എന്ത് പറയാ? ഇനി കല്യാണം കഴിക്കാൻ പറ്റില്ല. ചെയ്യുമ്പോ ആലോചിക്കണം. എന്റെ ജന്മം പാഴേ മായോ. എന്നിട്ട് താൻ ഇവിടെ ഇരിക്കണോ? ഞാൻ എവിടെയെല്ലാം തപ്പി. പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു, പോണ്ടേ? അത് ലക്ഷ്മി, ഇത് വന്ദന, എന്റെ ക്ലാസ്മേറ്റാ. മാളവിക എന്നോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയെ കുറിച്ച്. ലക്ഷ്മി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന്? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ഓക്കെ, പിന്നെ കാണാം. വാ. ബൈ. ലക്ഷ്മി നല്ല കുട്ടിയല്ലേ? ഷോ, ഞാൻ എന്റെ ബാഗ് എടുക്കാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, വേഗം വാന്നേ. ഏയ് ലക്ഷ്മി, വാട്ട് ഇസ് ദിസ്? യു സ്മോക്കിംഗ്? അത് പിന്നെ എന്ത് പറ്റി തനിക്ക്? എന്താ ചെയ്യാ? ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ചതാണ്. മാളവിക ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോന്ന്? ഉണ്ടായിരുന്നു. എന്റെ ജാക്കിനെ, എന്റെ എല്ലാമില്ലമായിരുന്ന ജാക്കിനെ. ഒരിക്കൽ കുട്ടനാട്ടിലൂടെ ഞങ്ങൾ വള്ളത്തിൽ പോകുമ്പോ ജാക്ക് ഒരു സിഗരറ്റ് കത്തിച്ചു. ചെയിൻ സ്മോക്കറായിരുന്ന ജാക്കിന്റെ കയ്യിൽ നിന്നും സിഗരറ്റ് തട്ടിപ്പറിക്കാൻ ഞാൻ ശ്രമിച്ചു. ജാക്ക് വിട്ടില്ല. ഞങ്ങൾ പിടിയും വലിയുമായി. വള്ളത്തിന്റെ ബാലൻസ് തെറ്റി പെട്ടെന്നൊരു മഞ്ഞുമലയിൽ, അല്ല, ഒരു മരക്കുറ്റിയിൽ വള്ളം ചെന്നിടിച്ച് ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു. പിന്നീട് ഞാൻ കാണുന്നത് തണുത്തു വിറച്ച് മരവിച്ച് വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ ജാക്കിനെയാണ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഫ്രൈഡേ 30th. അതിനുശേഷം എല്ലാ വർഷവും അതേ ദിവസം ഞാനൊരു സിഗരറ്റ് വലിക്കും. സോറി, ഞാൻ അറിഞ്ഞില്ല. It's okay. It's okay. ഞാൻ എന്റെ ബാഗ് എടുക്കാൻ മറന്നു, അതാ വന്നത്. വരട്ടെ. വാ. ഹാപ്പി ബർത്ത്ഡേ മമ്മി. Thank you. ആ ലക്ഷ്മി, ഇതാണ് എന്റെ മമ്മി, മിസ്സസ് സരോജ മേനൻ. ഹാപ്പി ബർത്ത്ഡേ ആന്റി. താങ്ക്സ്. ആ മമ്മി, ഇത് ശ്രീലക്ഷ്മി. ഇവക്ക് കുട്ടിയെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. എന്നാലൊന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയാ ഇവളോട് മോളെ ഒപ്പം കൂട്ടാൻ പറഞ്ഞത്. മമ്മിക്ക് സന്തോഷായി. വാ മക്കളെ. വാ.
വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയാ. പിന്നെ പപ്പയും അമ്മയുണ്ട്. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പയ്ക്ക് ബിസിനസ്സാ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഊണ് തയ്യാറാക്കട്ടെ. എനിക്ക് പ്രണയമാണെന്ന് പറയുന്നത് ഒരു മിനിറ്റ്. എന്റെ ദൈവമേ. ആരാ കുട്ടി? നിന്ന് പരിഗണ കണ്ടപ്പോഴേ എനിക്ക് രോഗം പിടികിട്ടി. എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയാ, ശ്രീലക്ഷ്മി. ഇന്നാൾ അഞ്ജന വന്നപ്പോ ആരും കാണാതെ ലവ് ലെറ്റർ കൊടുത്തില്ലേ, അതുപോലെ എന്നെ നാട്ടിക്കരുത്. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ ഞാൻ ഡീസന്റ്. ഏതായാലും നീ ഒന്ന് പരിചയപ്പെടുത്തിത്താ. വാ. ആ ലക്ഷ്മി, ഇതെന്റെ ബ്രദറാ, പ്രകാശ് മേനൻ. ഹലോ. ഹലോ. ശ്രീലക്ഷ്മി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം, കുട്ടിയുടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പോ ചേട്ടാ, ചുമ്മാ പാവത്തിന് കളിയാക്കാൻ. ഞാനിപ്പോ പറഞ്ഞു കൊടുത്തതാ. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്നത്. ചേട്ടൻ വന്നിട്ട് ഒന്ന് ചൂണ് കഴിക്കാന്ന് വിചാരിച്ചു. ഒന്ന് മാറ്. എവിടാ വീട്? പാലക്കാട്. നല്ല സ്ഥലം. ഈ പാലക്കാട്ട് മണി അയ്യർ അറിയൂ? അതാരാ? മൃദംഗ വിദ്വാൻ. ആ, കേട്ടിട്ടുണ്ട്. അല്ല, എങ്ങനെ പരിചയം? ഞാനും കേട്ടിട്ടേ ഉള്ളൂ. ഈ പാലക്കാട്ട് ഇപ്പൊ മഴയൊക്കെ ഉണ്ടോ? ഡാഡാ, നീയായിട്ട് മഴ പെയ്ച്ച് കുളവാക്കാതിരുന്നാ മതി. വാ മോളെ, ഊണ് കഴിക്കാം. വാ. വാടാ. വാ, ഇരിക്കേ. ചേട്ടനും ഇരിക്കേ. മാളും ഇരിക്കുന്നില്ലേ? ഞാനിരിക്കാം. ഇതൊക്കെ നീ വിളമ്പിക്കോട്ടെ. മോളൊന്ന് വന്നേ. ഇപ്പൊ വരാവേ. ഈ ലക്ഷ്മി ആളങ്ങനെ നല്ല സ്വഭാവമാണ്. അതെ. എന്താ? അത് പ്രകാശിന് കുട്ടി അങ്ങ് ഇഷ്ടമായെന്ന് തോന്നുന്നു. ചോദ്യം മനസ്സിലായില്ല. ഒന്നുകൂടി പറ. ഒരാൾ ലോറിക്ക് കൈ കാണിച്ചിട്ട് ഡ്രൈവറോട് ചോദിച്ചു ഞാനും വരട്ടെ എന്ന്. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ഡ്രൈവറോട് ചോദിച്ചു എന്താടാ വണ്ടിക്കകത്തുനിന്ന്. ഡ്രൈവർ രണ്ടുപേർക്കും ചേർത്ത് ഒരു ഉത്തരം പറഞ്ഞു. എന്താണ് ഉത്തരം? അറിയില്ല. എന്നാ ഞാൻ പറയട്ടെ. സുല്ലാണോ? പറയൂ. കയറ്. ഞാനും വരട്ടെ, കയറ്. എന്താടാ വണ്ടിക്കകത്ത്? കയറ്. എന്ത് തമാശയാ പറഞ്ഞേ? ഞാൻ ഒരു തമാശ ചോദിച്ചതാ. തമാശയൊക്കെ പിന്നെ. ആദ്യം ഊണ് കഴിക്കേ. മോള് കഴിക്കേ. മോക്ക് എത്ര വയസ്സായി? 20. ആ, എന്താ നക്ഷത്രം? അനിഴം. എന്താ ആന്റി? ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. ഹലോ ഹലോ, പൈസ വന്നിട്ട് പോണം. 240 രൂപ. അതെ, എനിക്ക് വാങ്ങലേ ഉള്ളൂ, കൊടുക്കലില്ല. എന്റെ പേഴ്സ് ഇവിടെ വെച്ച്. മനുഷ്യനെ മെനക്കെടുത്താ കുപ്പിയും കയറോ? വരട്ടെ. ആ, ഇതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകൂ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അയ്യടാ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയേ? കഴിപ്പിക്കാൻ നടക്കുന്നു, വായി നോക്കി. അല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, കണ്ടു. ആ പോയ പെണ്ണേതാ? അത് ആ കുട്ടി എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയത്തിയുടെ പെങ്ങടെ കുഞ്ഞമ്മയുടെ മകളുടെ മകള്. പറഞ്ഞു വരുമ്പോ അതിന്റെ അമ്മാവ് എന്റെ അമ്മായിയായിട്ട് വരും. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുവാ. ആങ്ങളായിട്ട് വന്നാലും കൊള്ളാം, പെങ്ങളായിട്ട് പോയാലും കൊള്ളാം. സംഗതി ആകെ കുഴപ്പമായി. ആ കുട്ടിയെ ചേട്ടൻ അറിയോ? അതിന്റെ കാര്യമല്ല, പിന്നെ അവര് നിന്നെ തപ്പി നടക്കുക. ആര്? ലക്ഷ്മിയുടെ ചേട്ടനും കൂട്ടുകാരും. എന്താ കാര്യം? ഞങ്ങളുടെ കല്യാണം നടത്തി തരാനാണോ? അല്ലടാ, നിന്റെ അടിയന്തരം നടത്താൻ. ഇങ്ങോട്ട് വാടാ. ലക്ഷ്മി ഇന്നലെ ഛർദിച്ചു. അത്രേ ഉള്ളോ? വല്ല ദഹനക്കേടുമായിരിക്കും. ദഹനക്കേടല്ലടാ, ഗർഭം. കല്യാണത്തിന് മുമ്പ് ഗർഭം. നാട്ടുകാരറിഞ്ഞാൽ, എന്റെ വീട്ടുകാരറിഞ്ഞാൽ ആകെ പ്രശ്നം. ഇനി എന്താ വഴി? എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. കലക്കിയില്ല, അതിന് കുറച്ച് കാശ് ചെലവാവും. ഒരു 2,000-3,000-4,000 രൂപ വേണ്ടി വരും. കാശ് എനിക്കൊരു പ്രശ്നമല്ല.
ഇത് പ്രശ്നമാകുന്നതിന് മുമ്പ് പോയി മാപ്പ് പറയടാ കോപ്പേ. കറക്റ്റ്. ഒരു 2 ഡബിൾ ഫുൾ. നയാ പൈസ കയ്യിലില്ലാണ്ട് ബ്രാൻഡ് ഷാപ്പിൽ പോയി. അപ്പോഴാണ് ഓമനക്കുട്ടന്റെ കൈ കിട്ടിയത്. ലക്ഷ്മി ഛർദ്ദിച്ചു ഗർഭിണിയാണെന്ന് പറഞ്ഞ് 4000 രൂപ ഒപ്പിച്ചു. 2 ഫുള്ളും ഒരു ചിക്കൻ ഫ്രൈയും അടിച്ചു മരിക്കുക. അടിച്ചോ താനൊക്കെ കൂടെ എന്നെ നാറ്റിക്കും. ഏത് സമയത്താണോ ഭഗവാനെ ഇങ്ങനെ ബുദ്ധി എന്റെ തലയിൽ ഉദിച്ചത്? ഇന്നലെ മാളവികയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ ചേട്ടൻ എന്റെ അടുത്ത് ഭയങ്കര പ്രേമം. ഇവിടെ ആണെങ്കിൽ ഓമനക്കുട്ടൻ. അതിനിടയ്ക്കാണ് തന്റെ ഒരു ഗർഭകഥ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ. എനിക്കൊരു ഐഡിയ. എന്താ? ഈ 2 ഫുൾ അകത്താക്കിയതിന് ശേഷം ഇതിനെങ്ങനെ ഊരാമെന്ന് നമുക്ക് ചിന്തിക്കാം. ചിക്കൻ മേടിച്ചോ? ഓസിന് കിട്ടിയ ഒട്ടകത്തിനെയും വിഴുങ്ങുന്ന കഴുത. ഇങ്ങോട്ട് വരണ്ട. മുക്കാൻ പൈപ്പിൽ വെള്ളമില്ല. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി നിന്നെ പ്ലീസ്. ഈ സമയത്ത് എന്നെ സ്റ്റാൻഡ് കുഴപ്പമാവും. നിന്ന് പ്ലീസ്, ഒരു സെക്കൻഡ് വെയിറ്റ് പ്ലീസ്. അതെ അതെ, എന്നോട് പിണക്കമാണോ? ഇങ്ങോട്ട് നോക്കൂ. അതെ, ഒന്നും മനഃപൂർവ്വമല്ല. ഒരു ദുർബല നിമിഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറയൂ. അങ്ങനെ പറയരുത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അത് മദ്യപിക്കുന്നവരെയും സിഗരറ്റ് വലിക്കുന്നവരെയും ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോ ലക്ഷ്മിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മദ്യപിച്ചത്. ഇനി ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി എന്നെ ശല്യപ്പെടുത്തിയ ഞാൻ നിങ്ങളെ കോടതി കയറ്റും. എല്ലാരോടും വിളിച്ചു പറയും എന്റെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണെന്ന്. അല്ല, നാട്ടുകാരെ അറിയിക്കാതെ ഗാന്ധർവ രീതിയിൽ എന്തെങ്കിലും. വരുന്ന അടുത്ത കോടാലി. ഇതേത് ബമ്പിളി മാസ്? ലക്ഷ്മി ലക്ഷ്മിക്കുട്ടി ഇതാര്? താനങ്ങോട്ട് മാറി. ആരാ? എനിക്കറിയില്ല. കൊറേ നാളെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്റെ പിന്നാലെ കൂടിയിരിക്കുക. അത് ഞാൻ നടത്തി തരാം. ലക്ഷ്മിയോടെ നിൽക്കാം. ഹലോ, ഒന്ന് വന്നേ ചോദിക്കട്ടെ. എന്താ ഓമനക്കുട്ട ലക്ഷ്മിയായിട്ട്? അപ്പൊ ലക്ഷ്മി എല്ലാം പറഞ്ഞില്ലേ കൊച്ചു കള്ളി. അതെ, ഞാൻ ലക്ഷ്മിയായിട്ട് പരസ്പരം അടുത്ത് ഇന്നലെ ഞാൻ കെട്ടാൻ പോണ പെണ്ണായി ലക്ഷ്മി. നീ നാളെ കാണൂടാ? ഇല്ല, കാണൂല. കാണും. പിന്നെന്താ പറയണ്ട? കാണൂല. വീട്ടിൽ പോടാ. എന്റെ ഹോണ്ട സ്പ്ലെൻഡർ നിന്റെ മണ്ട അടിച്ചാൻ പൊട്ടിക്കും. വീട്ടിൽ പോടാ. ഇതെന്തൊരു ബ്ലണ്ടർ. ഓ, ഒരു 2 എണ്ണം പൊട്ടിച്ചു. ലക്ഷ്മി കയറ്. എടാ, കച്ചത്തി തേങ്ങ വെച്ചാനെ. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി നീയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. നോക്കിക്കോ. കൊതിപ്പിക്കുമറ എന്നമേ ആയില്യം കടവത്തെ അരുമത്തത്തെ ചെണ്ടുമല്ല ചുണ്ടത്തും വണ്ടൊളിക്കും മാറത്തും പണ്ടേ കണ്ടു ഞാനൻ പ്രേമത്തങ്ക കൊട്ടാരം നിന്മാറ്റേറും മൗനത്തിൻ മായ കൊട്ടാരം ആരെയും കൊതിപ്പിക്കുമറ എന്നമേ ആയില്യം കടവത്തെ അരുമത്തത്തെ ചെണ്ടുമല്ലി ചുണ്ടത്തും വണ്ടൊളിക്കും മാറത്തും പണ്ടേ കണ്ടു ഞാനൻ പ്രേമത്തങ്ക കൊട്ടാരം നിന്മാറ്റേറും മൗനത്തിൻ മായ കൊട്ടാരം മാനത്തെ മാടപ്രാവല്ലേ നീ നിൻ കൂടു തുറന്നുവാ കാണാത്ത കായാമ്പൂവല്ലേ കാറ്റിൻ തോണി തുഴഞ്ഞുവാ മാറിത്തോരണമുണ്ട് ഫലമായ കാഴ്ചകളുണ്ട് മാറിത്തോരണമുണ്ട് ഫലമായ കാഴ്ചകളുണ്ട് ആരും പാടാ പാട്ടിൽ താളം താനേ നെഞ്ചിൽ കേൾക്കേ
കാറ്റിൻ തീരത്തെ ആമ്പൽ പൂന്തണൽ കണ്ടുവാ താഴത്തെ മാവിൻ കൊമ്പത്തെ പൂവയിലൂഞ്ഞലിലാടിവാ ഓമൽ പൂങ്കവിളോരം നറുമുത്തം നൽകിയുറക്കാം ഓമൽ പൂങ്കവിളോരം നറുമുത്തം നൽകിയുറക്കാം ആരും നുള്ള പൂവേ നിന്നെ മാറിൽ ചേർക്കും നാടാം ആരെയും കൊതിപ്പിക്കുമറയെണ്ണമേ ആയില്യം കടവത്തെ അരുമത്തത്തെ ചെണ്ടുമല്ലിച്ചുണ്ടത്തും വണ്ടൊളിക്കും മാറത്തും പണ്ടേ കണ്ടു ഞാനൻ പ്രേമ തങ്കക്കൊട്ടാരം നിന്മാറ്റേറും മൗനത്തിൻ മായക്കൊട്ടാരം ആരെയും കൊതിപ്പിക്കുമറയെണ്ണമേ ആയില്യം കടവത്തെ അരുമത്തത്തെ ചെണ്ടുമല്ലിച്ചുണ്ടത്തും വണ്ടൊളിക്കും മാറത്തും പണ്ടേ കണ്ടു ഞാനൻ പ്രേമ തങ്കക്കൊട്ടാരം നിന്മാറ്റേറും മൗനത്തിൻ മായക്കൊട്ടാരം. വാ ഇറങ്ങ്. ഇതാണ് എന്റെ കോളേജ്. ഞാൻ ഇറങ്ങുന്നില്ല. ഇറങ്ങിയ ഓഫീസിലെത്താൻ വൈകും. പ്ലീസ് ഇറങ്ങുന്നേ. എന്റെ ഏട്ടൻ കിട്ടാൻ പോകുന്ന പെണ്ണിനെ എല്ലാരും ഒന്ന് കാണട്ടെ. എത്രയായി? 22. ഓട്ടോയുടെ വിലയല്ലേ ചോദിച്ചു. വീട്ടിൽ എത്രയായി? അതെന്നെ പറഞ്ഞ് റിട്ടേൺ ചേർത്ത് 22. എന്താ പ്രശ്നം? ഹോസ്റ്റലിൽ നിന്ന് ഇവിടം വരെ വരാൻ 22 രൂപ. എന്തോ മോനെ ഓട്ടക്കാരാ, ഇത് സ്ഥലം വേറെ, കിട്ടുന്ന വാങ്ങിച്ചു പോകാൻ നോക്കടാ. ഒരു $15 കൊടു. 15 രൂപ. ഓട്ടെ പാവല്ലേ. 15 രൂപ. മാറി നിൽക്ക്, ഇറച്ചിലും മണ്ണാക്കണ്ട. നീ എന്നാ നന്നാവൂലടാ. ഇതൊരു 25 കൊല്ലം മുമ്പേ എന്റെ തന്തനോട് പറഞ്ഞിട്ടുള്ളതാ. തമിഴന്മാരൊക്കെ പറഞ്ഞു നടക്കണേ. അല്ല, ഇതാരമാള് പുതിയൊരാള്. ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശ്രീലക്ഷ്മി, മാറി. എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന. ഹലോ, ഐ ആം ഗോവിന്ദ്. ഐ ആം കൃഷ്ണ, ബാലകൃഷ്ണ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. അഖില, വർഷ, ഇത് ലക്ഷ്മി, എന്റെ ബ്രദറിന്റെ വുഡ് ബി. ഓ ഹലോ. ഈ റിങ് പുതിയതാ? ബോബി എന്തിയെ? ബോബി അതിന്ന് അവൻ മുണ്ടെടുത്ത് വന്ന പ്രിൻസിപ്പൾ പിടിച്ച് പുറത്താക്കി. അതെന്താ അങ്ങനെ? അത് കലിപ്സിന് സ്റ്റുഡൻസ് മുണ്ടെടുക്കുന്നത് അലർജിയാ. അതൊക്കെ പോട്ടെ. നിങ്ങളെ ചേട്ടൻ കെട്ടാമണ പെണ്ണെ പരിചയപ്പെട്ടു. വരൂ. എടാ വിക്ടറെ, അത് നോക്ക്, നമ്മുടെ മാളുവിന്റെ കൂടെ ഒരു യമണ്ടൻ ചരക്ക്. ആരാണത്? എന്റെ ഈശോയെ, ശരിയാണല്ലോ. ഒന്ന് പരിചയപ്പെട്ട. വാടാ വിക്ടറെ, വെറുതെ പോരി കാണിക്കണ്ട, ഇവിടെ നിൽക്ക്. നീ വാടാ. ഇതാരാ മാളു, ഈ പുതിയ ഐറ്റം ആചാന ബാഹു? പോവാൻ വരട്ടെ. പുതിയൊരാള് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ അവര് വന്ന് നമ്മളെ പരിചയപ്പെടണം, അതല്ലേ ശരി? ഇനി അതല്ല, അങ്ങോട്ട് വന്ന് പരിചയപ്പെടണമെങ്കിലും ഈ വിക്ടറിന് ഒരു ഈഗോയും ഇല്ല, അല്ലേ? പ്രത്യേകിച്ച് സുന്ദരികൾ. യുവർ ഗുഡ് നെയിം പ്ലീസ്. കൈ വിടൂ റാസ്കൽ. താനെന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പ്രിൻസിപ്പലോട് കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യലടി, കാണട്ടെ. ഏയ് മിസ്റ്റർ, കൈ എടുക്കണം. ഏയ് മോശമല്ലേ ഇതൊക്കെ? ഇവിടെ മണി വിശ്വാസം. നീ ഇവിടെ ആരെ വെച്ച് നിൽക്കണം? വാടാ. ഇവൻ പോയില്ലേ? എടാ, ഈ കോളേജിൽ വന്ന പെമ്പിള്ളേരെ നീ എന്തിനാ ശല്യപ്പെടുന്നത്? അമ്മ നമ്മളെ തിരിച്ചറിഞ്ഞു. എടാ, നീ കോഴിയാണെന്ന് ഞങ്ങൾക്കറിയാം. നീ കോഴി ആയതുകൊണ്ട് നിന്റെ അണ്ണ ലക്ഷ്മി, ഫാദർ, ഞാൻ ഈ കുട്ടിയുമായി വന്നപ്പോ ഈ വിക്ടർ
ഇതാരാ? അത് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലില്. ഞാനിവിടെ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിവിടെ നടപ്പില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഊതരുത്. വേണ്ട, എല്ലാവരും ക്ലാസ്സിൽ പൊക്കോളൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. യു ആർ സസ്പെൻഡഡ്. താങ്ക് യു സർ. ഒന്ന് നിർത്താൻ. ഹലോ, ആരാ? ആ ഉണ്ട്, കൊടുക്കാം. അജ്ഞാത കാമുകൻ. ഹലോ. ഹലോ ബോബി. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വിളിച്ചത്. എടാ മണ്ട, അവളുടെ പേര് ചോദിക്കും. ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ താൻ വിളിച്ചെങ്കിലെന്ന്. തന്റെ പേരറിയാമായിരുന്നെങ്കിൽ, നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചനെ. ഇപ്പോ ഒരു നേരമെങ്കിലും തന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്തോ പോലെ. ഹലോ ഹലോ പറ. ഹലോ, എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്നോ? തന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. അതിരിക്കട്ടെ, തനിക്ക് ഞാനൊരു സമ്മാനം തന്നാ മേടിക്കോ? പക്ഷേ തിരിച്ചും തരണം. തരട്ടെ? പേര് പറഞ്ഞ തരാം. എന്താ തിരികെ തരാത്തെ? അതേ, ഇയാളുടെ പേര് പറഞ്ഞാൽ തരാം. ഏയ് ഇല്ലില്ല, പേര് ഞാൻ പറയുന്ന പ്രശ്നേ ഇല്ല. കഷ്ടമുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ തിരിച്ചും തരണോന്ന്. താങ്ക് യു. അവക്ക് ഉമ്മ കിട്ടി താങ്ക്സും പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് വേറെ ആരോ. ഇതിനകത്ത് ആരും ഇല്ലല്ലോ. കൂന്തവിടെ ഇപ്പൊ വരാട്ടോ. വാ. നിന്റെ ഉമ്മ പറ്റിച്ചു. രണ്ടാളും പറ്റിച്ചു. കൂന്ത് പോണം. ഉജ്ജലന്റെ ഉച്ചിക്കൊണ്ട് ഇവിടെ എന്താ പ്രശ്നം? വഴക്കുകൊടുക്കും. ഹൃത്തിക് റോഷൻ, ബിൽ ക്ലിന്റൺ, കോഴിപ്പുറം, ഓമന പൊട്ടാൻ. എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. ആരാ? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന, പേര് ബോബി. പക്ഷേ ഞാൻ ഇതുവരെ അയാളോട് ഇത് പറഞ്ഞിട്ടില്ല. അതെന്താ? അത് എനിക്കൊരു പേടി. തനിക്ക് അയാളോടുള്ള സ്നേഹം സിൻസിയർ ആണെങ്കിൽ എത്രയും വേഗം പറയണം. ആട്ടെ, ബോബിക്ക് തന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നു. തോന്നില്ലല്ലോ, ശരിക്കും ഉണ്ട്. അതെങ്ങനെ ലക്ഷ്മിക്കറിയാം? അത് പിന്നെ തന്നെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തത്? വരല്ലേ വരല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇനി ഒട്ടും താമസിപ്പിക്കരുത്. ഉടനെ പറയണം തനിക്ക് ബോബിയെ ഇഷ്ടമാണെന്ന്. ഈ നടപ്പ് തുടങ്ങിയിട്ട് നേരം കുറയായി. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ നാളെ OSSൽ വരാവോ? 10 മണിക്ക്. എന്തിനാ? എനിക്ക് ബോബിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാ ശരി. ഹലോ. എന്താ രണ്ടുപേരും കൂടി ഇത്ര സീരിയസ് ആയിട്ട്? ഏയ് ഒന്നുമില്ല, ചുമ്മാ കണ്ടപ്പോ ഒരു 1/2 കിലോമീറ്ററോളം നടന്നു, അത്രേ ഉള്ളൂ. ഞാൻ പോവാ. See you. പോട്ടെ. താൻ പറഞ്ഞിട്ടല്ലേ
ഞാൻ ബോബിയുടെ ഐസ്ക്രീം പാർലറിൽ വരാൻ പറഞ്ഞത്? ഐസ്ക്രീം പാർലറിലൊന്നും വരാൻ ഞാൻ പറഞ്ഞില്ല. ബോബിയോടുള്ള ഇഷ്ടം തുറന്നു പറയാനേ പറഞ്ഞുള്ളൂ. സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ഒരു ചമ്മല്. പ്ലീസ് താനും കൂടെ വാ. ബോബിയുടെ മുന്നിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? ഞാൻ വന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. താനും കൂടെ ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ. അതുകൊണ്ട് നാളെ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ പോകുന്നു. ഞാൻ ബോബിയോട് എന്റെ സ്നേഹം തുറന്നു പറയുന്നു. പിന്നെ താൻ ഔട്ട്. ദേ മണി 10 പോന്നു. എനിക്ക് ഓഫീസിലെത്തണം. ഞാൻ പോണു. പ്ലീസ് ലക്ഷ്മി പോകരുത്. എന്നാ ഞാനും പോവും. താൻ എന്തിനാ ഈ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കെ. തീരെ പരിചയമില്ലാത്ത ആളൊന്നും അല്ലല്ലോ. വരുമ്പോ പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് മാറ്ററിലേക്ക് കടക്കണം. അത്രേ ഉള്ളൂ. എന്നാലും ഒരെന്നാലും ഇല്ല. ഓൾ ദി ബെസ്റ്റ്. നീ എന്ത് ആലോചിക്കുന്നേ? ഞാൻ ആലോചിക്കായിരുന്നു. അതല്ലേ ചോദിച്ചത്. ഈ താടി പഠിച്ചിരുന്നെങ്കിൽ എനിക്കും പെൺവേഷം കെട്ടി ഹോസ്റ്റലിൽ കയറി ഒന്ന് വിലസായിരുന്നു. അപ്പൊ മീശ നിന്റെ അച്ഛൻ പഠിക്കോ? അപ്പൊ നീ പറഞ്ഞോ എന്റെ അച്ഛൻ ബാർബറാണെന്ന്? വണ്ടി ആരോ എടുക്കുന്നു, മാറിക്കൊടു. ആ ബോബിയാ, എടാ എന്തായി? ഒരുവിധം രക്ഷപ്പെട്ടു. ഓഫീസിൽ പോകാൻ നേരമായെന്ന് പറഞ്ഞു ഞാൻ മുങ്ങി. അവള് നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ഓ, അവളി ലക്ഷ്മിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ബോബിയോട് വേണ്ടേ പറയാൻ. എന്നാ പിന്നെ സമയം കളയാതെ ലക്ഷ്മിയെ മാറ്റിട്ട് ബോബി എടുത്തിട്ട്. കേറ് കേറ്. നീ എങ്ങോട്ട് ഈ പെണ്ണുങ്ങൾ ഡ്രസ് മാറണം? നമുക്ക് ഈ റൂമിലിരിക്കാം. വാ, ബാക്കിലിരുന്ന് കാണാം. വെരി വെരി സോറി, ഞാൻ അല്പം താമസിച്ചു പോയി. മാളവിക എപ്പോ വന്നു? ഞാൻ കുറെ നേരമായി വന്നിട്ട്. ആ, തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കുന്നു. ആ പറ, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ബോബി സത്യം പറയോ? ആദ്യം ചോദ്യം കേക്കട്ടെ, എന്നിട്ടല്ലേ ഉത്തരം. ബോബി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ? ഒന്നുമില്ല, ഉണ്ടോന്നറിയാൻ വേണ്ടി. എന്നാ ഞാൻ തിരികെ ചോദിക്കുന്നു, മാളവികയ്ക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ട്. ആരോട്? എന്റെ മുന്നിലിരിക്കുന്ന ആളോട്. ഏയ്, ഇവിടെ ഇയാളെ തന്നെയാ. Really? Yes. Thanks a lot. ഇത് ഞാൻ എത്രയോ നാളുകൊണ്ട് കേൾക്കാൻ കൊതിക്കുന്നു എന്നറിയോ? ഞാനും. എന്തു പറ്റി? ഇയാളെന്തിനാ കമ്മലിട്ടിരിക്കണേ? അത് പിന്നെ ഇഷ്ടപ്പെട്ടോ? ഇതേ തനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാ. അതാ വരാൻ ലേറ്റായത്. ഇതാ. എന്താ ഇത്? എന്റെ ഒരു സമ്മാനം. വെറുതെ ഇരിക്കുമ്പോ എന്നെ ഓർക്കാൻ. കണിമുല്ലകൾ പൂത്തതുപോലെ കവിതേനി ചിരി കണ്ടു, മണിമഞ്ഞളരഞ്ഞു നിലാവിൻ അഴകേനി കുറി കണ്ടു. ഒരു നിമിഷ കലികയിൽ ശിശിര ശലഭമേ പോരു മനസ്സോടലിയാ. കണിമുല്ലകൾ പൂത്തതുപോലെ കവിതേനി ചിരി കണ്ടു, മണിമഞ്ഞളരഞ്ഞ നിലാവിൻ അഴകേനി കുറി കണ്ടു. ഒരു നിമിഷ കലികയിൽ ശിശിര ശലഭമേ പോരു മനസ്സോടലിയാ.
പുടവയായി അതിലരിയ കസവുമായി ഒരു പുതിയ പുടവയായി അരിയ കസവുമായി കാതരികെ വരാം കണിമുല്ലകൾ പൂത്തതുപോലെ കവിതേ നിൻ ചിരി കണ്ടു മണിമഞ്ഞളറഞ്ഞ നിലാവിൽ അഴകേ നിൻ കുറി കണ്ടു നിന്നെ സ്നേഹിപ്പു ഞാൻ മാളവികേ. നിനക്ക് മാളവികയെയും മാളവികക്ക് നിന്നെയും ഇഷ്ടമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് മാറിയില്ലെങ്കിൽ സംഗതി കുഴയും. അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ? ചെല്ലേ. ഇത്രയും നാളും അവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ലക്ഷ്മി ഒരാണാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്ത് സ്നേഹമാണെന്ന് പറഞ്ഞാലും ശരി, മാളൂന്നല്ല ഒരു പെണ്ണത് സഹിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ഹോസ്റ്റലിലേക്ക് പോകാതിരുന്നാ പോരെ? എന്റെ മണ്ട സാറേ, പോകാതിരുന്നാൽ ലക്ഷ്മി എവിടെ പോയി എന്ന് അവിടെ അന്വേഷണമാകും. അതുകൊണ്ട് ലക്ഷ്മി ഹോസ്റ്റലിൽ പോണം. എന്നിട്ട് ലക്ഷ്മിക്ക് തിരുവല്ലുവാമലയ്ക്ക് ട്രാൻസ്ഫർ ആയെന്നും 1-ാം തീയതി തന്നെ അവിടെ ജോയിൻ ചെയ്യണമെന്നും ഒരു കാച്ച്. ബാക്കി സാറിന്റെ അഭിനയം പോലിരിക്കും. ഏത് എന്താ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട മാളു. എനിക്ക് ട്രാൻസ്ഫറാ തിരുവല്ലാമലയിലേക്ക്. അയ്യോ, അതെന്താ പെട്ടെന്ന് അങ്ങനെ? അത് പിന്നെ അവിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാ. അപ്പോ എക്സ്പീരിയൻസ് ഉള്ള 1-2 പേരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാ. എന്നാ ജോയിൻ ചെയ്യണ്ടേ? 1-ാം തീയതി. രക്ഷപ്പെട്ടു. ഈ വരുന്ന 24-ാം തീയതി ഇവിടെ ഒരു വലിയ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഞാൻ പേര് കൊടുത്തു, ലക്ഷ്മിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. ഏയ്, ഞാനില്ല. സമ്മാനം കിട്ടാൻ വേണ്ടിയൊന്നല്ല, ഇതൊക്കെ രസമല്ലേ? പ്ലീസ് എന്നെ ഒഴിവാക്കൂ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. നമ്മൾ രണ്ടാളും തീർച്ചയായും പങ്കെടുക്കുന്നു. ഹായ് സ്വപ്ന. ഡിയർ ബോബി, ഇനിയും സസ്പെൻസ് ഇടുന്നില്ല. ഞാൻ ആരാണെന്ന് ബോബിയെ അറിയിക്കാൻ പോവുകയാണ്. ഫോണിലൂടെ കത്തിലൂടെ എല്ലാം ശല്യപ്പെടുത്തിയത് ആരാണെന്ന്. കാരണം എന്റെ ഡാഡി എനിക്കൊരാളെ കണ്ടുവച്ചിരിക്കുകയാണ് അങ്ങ് മസ്കറ്റില്. ഇനി കത്തിലൂടെയല്ല, ബോബിയോട് ഞാൻ നേരിട്ട് പറയും എനിക്ക് ബോബിയെ ഇഷ്ടമാണെന്ന്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. വിത്ത് ലവ്, പനിനീർ പൂവ്. എന്താ ഇത്? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഇത്? ഏയ്, ഇത് ഞാൻ എഴുതിയതല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളല്ലേ ഈ കത്ത് എഴുതുന്നതും ഫോൺ ചെയ്യുന്നതും ഞാനല്ലെന്ന്. പിന്നെ ആരാ? പ്രോമിസ്, എനിക്കറിയില്ല. തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ ഇതൊക്കെ? ആരായാലും ശരി, അയാൾക്കൊരു ട്രീറ്റ് കൊടുക്കണം. എന്തിന്? അയാൾ കാരണമല്ലേ നമ്മൾ തമ്മിൽ ലൈനായത്. ഞാൻ മാത്രമൊന്നുമല്ല, എന്റെ കൂടെ താമസിക്കുന്ന ശ്രീലക്ഷ്മി ഉണ്ട്, അഖിലയുണ്ട്, എല്ലാരും ഉണ്ട് ഫാഷൻ ഷോയ്ക്ക്. ആരൊക്കെ ഉണ്ടെങ്കിലും യു വിൽ ഗെറ്റ് ഫസ്റ്റ് പ്രൈസ്. അക്കല്ലേ? പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. അതെന്താ? ഞാൻ പറഞ്ഞില്ലേ, മരിച്ചുപോയ എന്റെ അപ്പൂപ്പന്റെ ഭാര്യയുടെ, അതായത് എന്റെ അമ്മൂമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയിന്ന്. എനിക്ക് അവിടെ പോയേ പറ്റൂ, അതുകൊണ്ടാ. ഓ, ആ, അയ്യോ, മിണ്ടരുത്, അവള് കണ്ടെന്നെ വാരും. ബോബി, ഇനി ഒരിക്കലും എന്റെ ശല്യം ഉണ്ടാവില്ല. ഇത്രയും നാൾ കത്തെഴുതിയതും ഫോൺ ചെയ്തതൊന്നും മാളവികയല്ല, ഞാനാണ്. ഞാനെന്ന് വെച്ചാൽ ഞാൻ. ആ പനിനീർ പൂവ് ആരാണെന്ന് ബോബി അറിയണ്ട. അറിഞ്ഞാൽ തന്നെയും മാളവികയും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. വിഷ് യു ഓൾ സക്സസ്. വന്ദന, വാട്ട് ഹാപ്പൻ ടു യു? താനാണ് ഈ കത്തൊക്കെ എഴുതിയെന്ന് ഐ കാൺട്ട് ബിലീവ്. കത്തോ? ഏത് കത്ത്? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. ഞങ്ങൾ ആ കാറിലുണ്ടായിരുന്നു. വന്ദന, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ചെറുതാണ്.
അതിൽ കൊള്ളാവുന്നതിലപ്പുറം രഹസ്യങ്ങൾ സൂക്ഷിച്ചാൽ അത് പിങ്ങിപ്പൊട്ടും. ഇതാ എന്നെ നോക്ക്, എല്ലാം തുറന്നു പറയും, ഒന്നും ഒളിക്കാറില്ല. ഐ എം സോറി വന്ദന, റിയലി സോറി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെറുതെ തമാശക്ക്. അതൊക്കെ പോട്ടെ, നാളെ എപ്പോഴാ ഫാഷൻ ഷോ? ഞാൻ വരുന്നില്ല കാണാൻ. പ്രൈസ് മേടിക്കണം. ഓൾ ദി ബെസ്റ്റ് ഫോർ എവറിത്തിങ്. പോട്ടെ. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പങ്കജ കസ്തൂരി മിസ് ട്രിവാൻഡ്രം കോൺടെസ്റ്റ് 2000 ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ മത്സരത്തിൽ വിജയികളാവുന്നവർക്ക് സമ്മാനദാനം നിർവഹിക്കുവാൻ ഇവിടെ എത്തുന്നത് പ്രശസ്ത ചലച്ചിത്രതാരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപി. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനെത്തിയ സുന്ദരികളുടെ ചുവടിനൊത്ത് പ്രേക്ഷകരുടെ ഹൃദയത്തുടിപ്പിനൊത്ത് സംഗീതം ആലപിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തനായ പോപ്പ് സിംഗർ മിസ്റ്റർ വിജയ് വർമ്മ. ഗുഡ് ഈവനിംഗ് ഒരുപാടി. ഈ ഫാഷൻ ഷോയിൽ സംഗീതം ആലപിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനായി ഇതിന്റെ സംഘാടകരോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ. താങ്ക് യു. So now it's time to fasten your seatbelts and keep your eyes and ears open for your enticing beauty queens. Thank you. Sharon baby, balle Bengali baby. Shadi baby, Sharon baby, balle Bengali baby. Love me, Shadi, wanam body rapadi. Sharon baby, balle Bengali baby.
നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വാശിയേറിയ ഈ സൗന്ദര്യ മത്സരത്തിന്റെ വിധി പ്രസ്താവിക്കുവാൻ പ്രശസ്ത ചലച്ചിത്ര താരം സൂപ്പർ സ്റ്റാർ ശ്രീ ഭരത് സുരേഷ് ഗോപിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നിവിടെ നടന്ന ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഹൂ ഇസ് ബെസ്റ്റ് എന്നതല്ല, ഹൂ ഇസ് ബെറ്റർ ദാൻ ദ ബെസ്റ്റ് എന്നതാണ് പ്രശ്നം. ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണ്. ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ്. താങ്ക് യു. സെക്കൻഡ് റണ്ണർ അപ്പ് മിസ് ശ്രുതി വാര്യർ. Congrats. Thank you. Now the first runner-up, Miss Sri Lakshmi. Well, Thank you. sorry. ശ്രീലക്ഷ്മി അല്ല, ഐ എം ബോബി, ബോബി കൃഷ്ണ. ഒന്നും മനഃപൂർവ്വമല്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അവളുടെ മനസ്സറിയാൻ വേണ്ടി ശ്രീലക്ഷ്മിയായി. അത് ഇങ്ങനെയൊക്കെ കലാശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അടിയണവനെ എന്നോടാ പറഞ്ഞു വിടാൻ. ഇയാളൊരു തെറ്റ് ചെയ്തു എന്ന് വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ. പ്ലീസ് അയാളെ അറസ്റ്റ് ചെയ്യാം. മിസ്റ്റർ സുരേഷ്, താങ്കൾ ഇതിൽ ഇടപെടരുത്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സാർ പ്ലീസ് അവനെ രക്ഷിക്കണം സാർ. പ്ലീസ് സാർ. എവിടെയാ പയ്യൻ? ഇവിടെ ഉണ്ട് സാർ. അകത്തേക്കുണ്ട് സാർ. സാറിനെ കാണാൻ അറിയാം. ഇങ്ങോട്ടിറങ്ങടാ. നടക്ക്. നീക്ക് എങ്ങോട്ടാ? മാറി നിൽക്ക്. നടക്കടാ.
ആ നിങ്ങൾ പോയിക്കോളൂ. ശരി സാർ. എന്താ തന്റെ പേര്? ബോബി. അപ്പൊ പിന്നെ ഈ ലക്ഷ്മി ആരാ? എന്താടോ ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ. ബോബി, മനസ്സുകൊണ്ടെങ്കിലും പ്രേമിക്കാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഈ പ്രായത്തിലൊക്കെ ഞാനും പ്രേമിച്ചിട്ടുണ്ടോ. പ്രേമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രേമം പിടിച്ചു പറ്റാൻ വേണ്ടി ഒരുപാട് നമ്പറുകളും കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതല്പം കടന്നുപോയില്ലേ ബോബി? പെൺവേഷം കെട്ടുക, ആ കുട്ടിയോടൊപ്പം താമസിക്കുക, എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ മറ്റുള്ളവരെയെല്ലാം വിഡ്ഢികളാക്കി ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക, അതൊക്കെ തെറ്റല്ലേ? ഏതായാലും താൻ വിഷമിക്കണ്ട. ജാമ്യം എടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ശരിയാക്കിയിട്ടുണ്ട്. ഇതിലൊരു ഒപ്പിട്. സുരേഷ് അവിടെ വന്നത് തന്റെ ഭാഗ്യം. ഇയാൾ എന്റെ ഫ്രണ്ടായി പോയി, അതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. ഫ്രണ്ട് മാത്രമല്ല, ഞാൻ ഇയാളുടെ ഒരു ആരാധകൻ കൂടിയാണ്. ഇയാളുടെ കമ്മീഷണർ എന്ന ഫിലിം കണ്ടപ്പോ പോലീസുകാർ ഇങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ മറ്റേ പടം ഉണ്ടല്ലോ, പത്രം, അത് കണ്ടപ്പോ നേരെ തിരിഞ്ഞു. ഇയാൾ എന്തൊരിടിയാടോ പോലീസുകാരെ എടുത്തിട്ട് ഇടിക്കുന്നത്? പോലീസുകാരെ തൊട്ടാലേ വിവരം അറിയും. ആ അതൊക്കെ പോട്ടെ, താൻ ചെയ്ത കുറ്റത്തിന്റെ വകുപ്പ് എന്താണെന്നറിയാം? IPC 419 ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. അതിനുള്ള ശിക്ഷ 3 കൊല്ലം അഴിയണ്ടേണ്ടി വരും. ഏതായാലും ആ കുട്ടിയുടെ സഹോദരന് പരാതിയില്ലാന്ന് എഴുതി തന്നത് തന്റെ ഭാഗ്യം. അടി ശരിക്ക് കിട്ടിയല്ലേ? അത് സാരമില്ല, അല്പമൊക്കെ വേദനിച്ചാലേ പ്രേമത്തിന് വീര്യം കൂടും. എന്ന് വെച്ച് വീര്യം കൂട്ടാൻ വേണ്ടി ഇനിയും വല്ല വേലത്ര ഒപ്പിച്ചാലുണ്ടല്ലോ, ആണും പെണ്ണും അല്ലാതായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച് ബാലചന്ദ്രൻ. വെൽക്കം. ഒരു താങ്ക്സ് എങ്കിലും പറയടോ. താങ്ക് യു സാർ. ചെല്ല് ചെല്ല് ചെല്ല്. നമസ്കാരം. സോ താങ്ക് യു. വെൽക്കം. വരട്ടെ. പേടിക്കാനൊന്നുമില്ല, ജാമ്യം എടുത്തിട്ടുണ്ട്. ഏതായാലും ഭയങ്കര ചതിയായിപ്പോയി താൻ കാണിച്ചത്. എന്റെ കാര്യം പോട്ടെ, മാളുവിന്റെ കാര്യം താനൊന്ന് ആലോചിച്ച് നോക്ക്. അവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിച്ച ലക്ഷ്മി താനാണെന്ന് കോളേജിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ കുട്ടിക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ പോലും ഇത് ഇത്തിരി കടന്ന കൈയായി. ആ കുട്ടി ഇനി അങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും. എനിക്കുടനെ മാളുവിനെ കാണണം, കണ്ട് മാപ്പ് പറയണം. ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്കിനി വീണ്ടും അവളെ കാണണമല്ലേ? അവക്കിനി ഒരിക്കലും തന്നെ കാണണ്ടെന്നാ പറഞ്ഞത്. കാണണ്ടെങ്കിൽ വേണ്ട സാറേ, പോകാൻ പറ. തനിക്കത് എളുപ്പം പറയാൻ കഴിയും, പക്ഷെ ബോബിക്ക് മാളുവിനെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം. പറ്റൂടോ? പറ്റില്ല. അപ്പൊ എങ്ങനെ, സന്തോഷമായില്ലേ? അപ്പൊ എന്റെ ജോലി കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്ക് എന്റെ ഷൂട്ടിംഗ് സ്ഥലത്തെത്തണം. വരട്ടെ. ഗുഡ് ലക്ക്. പിന്നെ എന്താ ഇതെന്താ ഇത്? എനിക്കൊരു പ്രേമലേഖനം. പ്രിയപ്പെട്ട ബാലകൃഷ്ണന്, ഈ കുടമുല്ലപ്പൂ എന്റെ സ്നേഹ സമ്മാനമാണ്. പക്ഷെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എന്നോട് ഇഷ്ടമില്ലെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ബാലകൃഷ്ണൻ തന്നെ കണ്ടുപിടിക്ക് എന്ന് സ്നേഹപൂർവ്വം കുടമുല്ലപ്പൂ. ഒരു കുപ്പി മേടിച്ചു തന്നാൽ ഈ എഴുത്തെഴുതിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്താ റിബൺ റെഡി? എന്റെ അമ്മേ, തന്റെ ഒടുക്കത്തെ കുപ്പിയാണ് ഇത്രയും മുക്കരുതേ മുക്കരുതേ. ഇനി ഞാനൊരു സത്യം പറയാം. ഒരു കുപ്പി കിട്ടുമല്ലോ എന്ന് കരുതി ഞാനാണ് ഈ പ്രേമലേഖനം എഴുതിയത്. എന്നെ ഒന്നും ചെയ്യരുത്. ദൈവം അനുഗ്രഹിക്കും.